സീരീസ് തുടങ്ങുകയാണ്. आज के आराधना में एक नया सीरीज को हम शुरू कर रहे हैं. ദൈവവചനത്തിന്റെ വെളിപ്പാടുകളുടെ ഒരു പുതിയ സീരീസ് നമ്മൾ ആരംഭിക്കുകയാണ്. परमेश्वर के वचन के प्रकाशनों के नए सीरीज को हम शुरू कर रहे हैं. നിങ്ങൾ കേൾക്കാൻ റെഡിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. मैं विश्वास करता हूं कि आप लोग सुनने के लिए तैयार हैं. ഇത് വെറും ഒരു പ്രസംഗമല്ല, ये एक साधारण प्रचार नहीं है. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവിക വെളിപ്പാടുകളാണ്. ये हमारे जीवन को बदल देने वाला परमेश्वरीय प्रकाशन है. എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ ലൈഫിനെ പരിശുദ്ധാത്മാവിന്റെ വചനങ്ങൾ ശക്തി മാറ്റാനിടയായി തീരും. मैं विश्वास करता हूं कि आपके जीवन को पवित्र आत्मा की ये वचन परिपूर्ण तौर पे बदल देगा. ഈ ആഴ്ചയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ये हफ्ते में जब मैं प्रार्थना कर रहा था, ഒരു വാക്യം പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടു. एक वचन पवित्र आत्मा ने मेरे से बात किया. ഞാനത് വായിച്ചു തുടങ്ങുകയാണ്. वो मैं यहाँ पे पढ़कर शुरू कर रहा हूँ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യമാണത്. इब्रानियों की पत्री उसका 11 अध्याय उसके 13 वचन है. വായിച്ചോ. എബ്രായർ 11:13. इब्रानियों की पत्री 11वां अध्याय उसका 13 वचन. ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും സല്യൂട്ട് ചെയ്ത് ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളുമെന്ന് പറഞ്ഞു ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ മരിച്ചു. കർത്താവ് പറഞ്ഞു നീ കാണും പക്ഷെ അനുഭവിക്കത്തില്ല. ये सब विश्वास ही की दशा में मरे और उन्होंने प्रतिज्ञा की हुई वस्तुएं नहीं पाई, पर उन्हें दूर से देखकर आनंदित हुए और मान लिया कि हम पृथ्वी पर परदेशी और बाहरी हैं. ഹല്ലേലൂയ. ഇതൊരു പ്രധാനപ്പെട്ട വാക്യമാണ്. ये एक खास वचन है. കുറെ വിശ്വാസ വീരന്മാരുടെ പട്ടിക എഴുതിയിരിക്കുക. यहाँ पे एक आंकड़ा लिखा हुआ है कुछ विश्वास वीरों के बारे में. അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ എഴുതിയിട്ടുണ്ട്. उनका एक खास दिक्कत वहां पे लिखा है. ഒരുപാട് കാര്യങ്ങൾ ദൈവം അവരെ കാണിച്ചു. बहुत सारी बातें परमेश्वर ने उनको दिखाया. ഒരുപാട് കാര്യങ്ങൾ ദൈവം അവരെ കേൾപ്പിച്ചു. बहुत कुछ बातें परमेश्वर ने उनको सुनाया. പക്ഷെ ഒരെണ്ണം പോലും അനുഭവിക്കാൻ പറ്റിയില്ല. बल्कि उनमें से एक भी वे अनुभव नहीं किए. അവർ ദൂരെ നിന്ന് കണ്ടു, സല്യൂട്ട് ചെയ്തു. അവർ പറഞ്ഞു ഞങ്ങൾ അന്യരാണ്, ഞങ്ങൾ പരദേശികളാണ്, ഞങ്ങൾക്കുള്ളതല്ലെന്ന് പറഞ്ഞവർ മരിച്ചു. और वे दूर से देखकर सलूट मार के वे ऐसे बोलते हुए मर गए कि पर हम परदेशी हैं और बाहरी हैं. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, पवित्र आत्मा ने मुझे कहा, ചർച്ചിനോട് പറയണം, कलीसिया को कहना, നിന്നെ കുറിച്ച് ഇങ്ങനെ ഒരു വാക്യം ദൈവത്തിന് പറയണ്ട. तेरे बारे में प्रभु को ऐसा एक वचन बोलने को नहीं है. ഞാൻ ഒരു കാര്യം കണ്ടു. मैंने एक बात देखा. ദൈവം ഒരു കാര്യം എന്നോട് പറഞ്ഞു. प्रभु ने एक बात मुझे बोला. എനിക്കത് പ്രാപിക്കാൻ പറ്റിയില്ല എന്ന് ഒരിക്കലും നിന്നെ കുറിച്ച് പറയരുത്. मैं उसको प्राप्त नहीं कर पाया करके आपके बारे में कभी भी बोला ना जाए. ഞാൻ ഇങ്ങനെ വാക്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ऐसे वचन जब मैं सुन रहा था, सोच रहा था, ഒരു വാക്യം അൺലോക്കിംഗ് എന്നൊരു വാക്യം ഇടപെട്ടു. परमेश्वर ने मुझे एक शब्द बताया, अनलॉक करना. അൺലോക്കിംഗ്, अनलॉक करना, അൺലോക്കിംഗ്, खोलना. ഞാനത് പറഞ്ഞുകൊണ്ടേയിരുന്നു. मैं उसको बोलते रहा. ഞാൻ വിനതയോട് സംസാരിച്ചു. അൺലോക്കിംഗ് എന്നൊരു വാക്ക് ഇടപെടുന്നു. मैं विनीता को बोलने लगा कि अनलॉक करना या खोलना एक वचन प्रभु बोल रहे हैं. അപ്പൊ വിനത എന്നോട് പറഞ്ഞു അതിനേക്കാൾ നല്ലൊരു വാക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. तो मेरी पत्नी ने मुझे बोला कि उससे और भला शब्द मिलने को साध्यता है. പെട്ടെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്ക് ഇടപെട്ടു. अचानक से प्रार्थना करते वक्त एक और शब्द बोला, അൺബോൾട്ട് ചെയ്യുക, उसको अनबोल्ट करना. ഹല്ലേലൂയ. ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. थोड़ा और साफ बताता हूं. നിന്റെ വാഗ്ദത്തങ്ങളെ പിശാച് പൂട്ടിയിരിക്കുന്നത് ഈ 10 രൂപയുടെ ആമേൻ ഈ പൂട്ടുകൊണ്ടല്ല നിന്നെ പൂട്ടിയിരിക്കുന്നത്. आपके जो वायदे हैं, प्रतिज्ञा है, उसको शैतान ने जो बंद करके रखा है 10 रुपए के ताले से नहीं. നട്ടും ബോൾട്ടും ഇട്ട് പൂട്ടിയേക്കുന്നുണ്ടല്ലോ. नट और बोल्ट लगाकर बंद करना देखा है आपने कभी? അത് ഹെവി സാധനങ്ങൾ ഇട്ട് ലോക്ക് ചെയ്യുന്നതാ. वो बड़े बड़े सामानों को बंद करने का तरीका होता है. നിന്റെ എന്തൊക്കെയോ ഹെവി വാഗ്ദത്തങ്ങളെ ദൈവാത്മാവ് അൺബോൾട്ട് ചെയ്യാൻ പോകുന്നു പരിശുദ്ധാത്മ പറയുന്നു. पवित्र आत्मा यूं कहते हैं कि आपके कुछ भारी भारी वायदों को पवित्र आत्मा अनलॉक कर रहे हैं, खोल रहे हैं, അൺബോൾട്ട് ചെയ്യാൻ പോകുന്നു. अनबोल्ट कर रहे हैं, उसके बोल्ट निकाल रहे हैं. എത്ര പേര് ഇന്ന് രാവിലെ എന്റെ കൂടെ ചേർന്ന് വിശ്വസിക്കുന്നുണ്ട്? कितने लोग सुबह में मेरे साथ में मिलकर विश्वास कर रहे हैं? കുറെ നാളായി നീ കണ്ടിരിക്കുകയാണ്. कई सालों से आप देख रहे हैं, इंतजार कर रहे हैं. പക്ഷേ ഈ സീസണിൽ അതിനെ അൺബോൾട്ട് ചെയ്ത് ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുകയാണ്. बल्कि ये सीजन में उसको अनबोल्ट करके उसका बोल्ट निकाल के दिखा रहे हैं प्रभु. എത്ര പേര് ഇന്ന് രാവിലെ വിശ്വസിക്കുന്നുണ്ട്? कितने लोग आज सुबह में विश्वास करते हैं? ഇന്നത്തെ സഭായോഗം കഴിയുമ്പോൾ आज के आराधना जैसे समाप्त होगा, ചില ശബ്ദം നിന്റെ വീട്ടിൽ കേൾക്കും. आपके घर में कुछ आवाजों को आप सुनना शुरू നിന്റെ करोगे. ചെവിയിൽ ചില ശബ്ദങ്ങൾ
കാതുകൾ കേൾക്കും, आपके कानों में कुछ सुनना शुरू होगा, ചിലത് ഒടിഞ്ഞു പോകുന്നത്. कुछ चीजें जो टूट जा रहे हैं. വിശ്വസിക്കാൻ എത്ര പേരുണ്ട്? कितने लोग विश्वास करने के लिए हैं? അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ അന്യഭാഷയിൽ जो പ്രാർത്ഥിച്ചാട്ടെ. अन्य अन्य भाषा में प्रार्थना कर सकते हैं करिएगा. ചേർന്ന് ഹല്ലേലൂയ പറയാമോ? मिलकर हालेलुया बोल सकते हैं. അടുത്തിരുന്നാളെ തട്ടിട്ട് പറ, അൺബോൾട്ട് ചെയ്യപ്പെടാൻ പോവാന്ന് പറ. पास में बैठे हुए व्यक्ति को छूकर बोले कि अनबोल्ट करने जा रहे हैं. അൺബോൾട്ട്. രമേശനോട് പറഞ്ഞില്ല, അയ്യോ ആ മനുഷ്യനെ ഒഴിവാക്കല്ലേ. रमेश भैया को बोलिएगा उसको छोड़ना नहीं. അൺബോൾട്ട് ചെയ്യപ്പെടണം. अनबोल्ट करना है. ഹാലേലൂയ. ചുമ്മാ ലോക്കിട്ട് സാധനം പൂട്ടിയതല്ല നമ്മുടെ ലൈഫ്. आपका जिंदगी अपना जिंदगी केवल ताले से नहीं बंद किया. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പല ടൈപ്പ് ഉണ്ട്. परमेश्वर के वायदे विभिन्न होते हैं. ആമേൻ ആമേൻ. ആ വാഗ്ദത്തങ്ങളിൽ ചിലത് ആത്മികമാണ്, ഭൗതികമാണ്. परमेश्वर के ऐसे कुछ वायदे जो हैं कुछ आत्मिक होते हैं, कुछ आर्थिक होते हैं. ഞാൻ അതിനെ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ട് പറയാം. बल्कि मैं उसको थोड़ा और अलग बताता हूँ. ചിലത് സൗജന്യമായി കിട്ടുന്നതാണ്, कुछ बातें हैं जो मुफ्त में मिलता है, ചിലത് പ്രാപിച്ചെടുക്കേണ്ടതാണ്. कुछ बातें हैं जो आपको प्राप्त करनी है. ഹല്ലേലൂയ. हालेलुया. ചിലത് സൗജന്യമായി നിനക്ക് കിട്ടും, कुछ बातें आपको मुफ्त में मिलेगा, ചിലത് നീ അച്ചീവ് ചെയ്യണം. बल्कि कुछ बातें आपको प्राप्त करनी है. സൗജന്യമായി കിട്ടുന്ന വാഗ്ദത്തത്തിന് ഞാൻ ഒരു പേര് പറയാം. जो मुफ्त में मिलता है उसको मैं एक नाम देना चाहूंगा. അതാണ് ഈ മന്നാ ബ്ലെസ്സിംഗ് എന്ന് പറയും. उसको हम मन्ना आशीष बोलते हैं. മന്നാ ബ്ലെസ്സിംഗ്. मन्ना आशीष. അത് പ്രാപിക്കാൻ ജെയിനി ആന്റി രാവിലെ പ്രാർത്ഥിക്കണ്ട. उसको प्राप्त करने के लिए जैनी आंटी आपको सुबह में प्रार्थना करने की जरूरत नहीं है. അത് പ്രാപിക്കാൻ വേണ്ടി രാജേഷ് പാസ്റ്റർ എഴുന്നേറ്റ് 21 ദിവസം ഫാസ്റ്റ് ചെയ്യണ്ട. उसको प्राप्त करने के लिए राजेश पास्टर जी किस दिन उपवास करने की जरूरत नहीं है. രാവിലെ എഴുന്നേൽക്കുക, പറക്കി തിന്നുക. सुबह में उठा के खा लो. പക്ഷെ പുറത്ത് കിടപ്പുണ്ടെന്നൊരു ബോധ്യം വേണം. बल्कि आपको यूं समझ में आना जरूरी है कि वो बाहर पड़ा है. ഇങ്ങനെയുള്ള മന്നാ ബ്ലെസ്സിങ്ങുകൾ ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ऐसे अलग अलग मन्ना आशीष को हमें कई बार मिला है. ഞാൻ പറയും, നീ പ്രാപിച്ച രോഗശാന്തി മന്നാ ബ്ലെസ്സിംഗ് ആണ്. मैं आपको बताऊंगा जो चंगाई आपने प्राप्त की है वो एक मन्ना आशीष है. നിനക്ക് കിട്ടിയ ആമേൻ വീട് മന്നാ ബ്ലെസ്സിംഗ് ആണ്. आपको जो घर मिला है वो मन्ना आशीष है. അത് നിനക്ക് കിട്ടിയ ആമേൻ വിദ്യാഭ്യാസം മന്നാ ബ്ലെസ്സിംഗ് ആണ്. आपको पढ़ाई लिखाई जो मिला है वो आपका एक मन्ना ब्लेसिंग है. ഏകദേശം 40 വർഷം ഇസ്രായേൽ മക്കൾക്ക് സൗജന്യമായി ദൈവം കൊടുത്തൊരു സാധനമാണ് മന്നയും വെള്ളവും. तकरीबन 40 साल तक परमेश्वर ने मुफ्त में दिया हुआ चीज था मन्ना और पानी. ഇത് തിന്നിട്ടാണ് ഇവിടെ കുറെ ആൾക്കാര് ഇതാ വലുതെന്നും പറഞ്ഞിരിക്കുന്നത്. ദൈവം പറഞ്ഞു, ഇതല്ല മോനെ, ഇതിന്റെ അപ്പുറത്ത് വേറെ ചില സാധനങ്ങൾ നിന്റെ ലൈഫിൽ അൺബോൾട്ട് ചെയ്യപ്പെടാൻ പോവുകയാണ്. इसको खाकर कुछ लोग यहाँ पे ऐसे सोच रहे हैं कि यही सबसे बड़ा आशीष है, बल्कि प्रभु कहता है कि बेटा ये नहीं है सबसे बड़ा, इससे भी बड़े बड़े चीजों को तुझे प्राप्त करनी है. ഹല്ലേലൂയ. हालेलुया. നിങ്ങൾക്ക് എന്താ ഇന്ന് രാവിലെ വേണ്ടേ? आज सुबह में आपको क्या चाहिए? ആയിരക്കണക്കിന് ആളുകൾ ഈ മന്നാ ബ്ലെസ്സിംഗ് തിന്ന് നടക്കുക. हजारों लोग मन्ना आशीष को खाकर जी रहे हैं. അത് നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടും. वो आपको मुफ्त में मिलेगा. കാര്യം ബൈബിളിന്റെ ഏറ്റവും വലിയ ഡോക്ട്രീനിൽ ഒന്നാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. क्योंकि बाइबल के सबसे बड़ा सिखावट यह है कि आप आशीषित हो जाएं. അനുഗ്രഹത്തെ കുറിച്ച് ഇത്ര ആധികാരികമായി ഉപദേശം പറയുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ ബൈബിളാണ്. आशीष के बारे में इतने गहराई तौर पे अगर किसी वचन ने पुस्तक ने बोला हो वो बाइबल है. ആ കാരണത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. इसी कारण से आप आशीषित होकर ही रहेंगे. ഈ മന്നാ ബ്ലെസ്സിങ്ങിന് ഒരു പ്രശ്നമുണ്ട്. मन्ना आशीष का एक दिक्कत है. അത് മോശയുടെ കൂടാരത്തിൽ മാത്രമല്ല വീഴുന്നത്, അത് കോരഹന്റെ കൂടാരത്തിലും വീഴും. वो केवल मूसा के तंबू में नहीं गिरेगा बल्कि कोरा के तंबू में भी गिरेगा. ഞാൻ ഈ പറഞ്ഞു തന്നത് കാറ് കിട്ടിയത് നിനക്ക് മാത്രമല്ല, അപ്പുറത്തെ ആൾക്കും കാറ് കിട്ടി. കല്യാണം നടന്നത് നിന്റെ മോൾക്ക് മാത്രമല്ല, നിന്നേക്കാൾ സൂപ്പർ കല്യാണം വേറെ അപ്പുറത്തവനും കിട്ടി. ആമേ, ഇത് ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അവൻ നീതിമാന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും മഴ പെയ്യിപ്പിക്കുകയും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യും. मेरे बोलने का मतलब ये है कि केवल आपके जीवन में कार नहीं मिली बल्कि दूसरे को भी मिला. केवल आपके जीवन में शादी नहीं हुई बल्कि दूसरे के जीवन में भी हुआ. मतलब परमेश्वर जो है दुष्टों के ऊपर और नीति धर्मी लोगों के ऊपर भी बारिश भी गिराता है, सब देता है. കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലേ? ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, കഴിഞ്ഞ ദിവസം ഞാൻ ചാത്തന്നൂർ ജംഗ്ഷനിൽ നിൽക്കുമ്പോ पिछले दिन में जब मैं चातनूर जंक्शन में बैठा हुआ था ഒരു 4 ലംബോർഗിനി കാർ പോകുന്നു. मैं देख रहा हूं कि 4 लंबोर्गिनी
गाड़ियां जा रही है। ഒരു കാറിന് 4 കോടി രൂപ വിലയാ. एक गाड़ी का खर्चा है 4 करोड़ रुपए। 4 കോടിയുടെ 4 കാർ പൊക്കൊണ്ടിരിക്കുക. 4 करोड़ की 4 गाड़ियां जा रही हैं। നിർഭാഗ്യവശാൽ ഇതൊന്നും പാസ്റ്റർമാരുടെ അല്ല. बल्कि मैं आपको बताता हूं कि ये सारे पासवान लोगों का नहीं है। ഇതൊന്നും ഒരു പെന്തക്കോസ്തുകാരന്റെ അല്ല. ये किसी पेंटिकोस व्यक्ति का नहीं है। ഇത് വേറെ ഏതാണ്ട് സഹോദരന്മാരുടെയാ. ये किसी और भाइयों का है। ആ കൂട്ടത്തിലെ നമ്മുടെ ആൾട്ടോ കാർ പൊക്കി കാണിച്ചിട്ട് ദൈവം അനുഗ്രഹിച്ച് നിർത്തണ മണ്ടച്ചാരെ നിന്റെ വിവരം കെട്ട സാക്ഷ്യങ്ങൾ. इसी बीच में हम छोटा सा आल्टो कार लेकर बोलते हैं परमेश्वर ने मुझे आशीष किया। आपकी ये मूर्खता को बंद करो। ഹല്ലേലൂയ. हालेलुया। ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കോടിക്കണക്കിന് രൂപയുള്ള ഇഷ്ടം പോലെ വീടുകളുണ്ട്. हमारे घर से इधर तक आते रास्ते में करोड़ों रुपए खर्च वाले बहुत सारे घर हैं। അപ്പോഴാ ഈ പഞ്ചായത്തിന്റെ വീടും കിട്ടിയിട്ട് മന്നാ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ട് കർത്താവന്നെ നിന്റെ വിറയൽ പിടിപ്പിച്ച ഹല്ലേലൂയ നിർത്തി മര്യാദയ്ക്ക് നീ ചിലതിനെ നിന്റെ ലൈഫുമായിട്ട് അൺബോൾട്ട് ചെയ്തെടുക്കണം. आपके घर में इसी बीच में आपको पंचायत से मिला हुआ छोटा सा घर लेकर बोलते हैं प्रभु ने मुझे आशीष किया। आपके ऐसे बातों को बंद करके परमेश्वर के ओर से आप आपके आशीषों को अनबोल्ड करके स्वीकार करें। ശക്തമായിട്ട് ഇടപെട്ടൊരു കാര്യമാണ്. परमेश्वर ने ऐसे मुझे शक्तिशाली रीति से बात किया। നമ്മുടെ സരസ്വതി നമ്മുടെ ആതിരയുടെ കല്യാണം മാത്രമല്ല കഴിഞ്ഞേ. सरस्वती केवल हमारी आदिरा का शादी नहीं हुई, അതിനേക്കാൾ ആഡംബരത്തോണ്ട് അപ്പുറത്ത് കല്യാണം നടക്കുക. उससे भी बड़े आशीष शादी इधर हो रहे हैं। 100 ആടിന്റെ ബിരിയാണി, 100 ആടിന്റെ ബിരിയാണി, 100 बकरों का बिरयानी। അന്നേരം നമ്മളിലെ ബെഡ്നും പഴവും കൊടുത്ത കല്യാണം ദൈവം അനുഗ്രഹിച്ചെന്ന് പറയുന്നത്. तो हम बोल रहे हैं कि बन और केला देकर बोलते हैं परमेश्वर ने आशीष किया। നിങ്ങൾ എന്താ മിണ്ടാത്തെ? आप क्यों चुप हैं? ദൈവം എന്നോട് പറഞ്ഞു, प्रभु ने मुझे बोला സൗജന്യമായി കിട്ടിയ മന്ന തിന്ന് ജീവിക്കാതെ, जो मुफ्त में मिला वो मन्ना खा के जीवित ना रहते हुए നിന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട സൂപ്പർ നാച്ചുറൽ ആയ അസാധാരണമായ ചില മിഷനുകളെ അൺബോൾട്ട് ചെയ്തെടുക്കാൻ ദൈവാത്മാവ് പറയുന്നു. प्रभु की आत्मा मुझे बोलते हैं कि आपके सब मुफ्त में मिलने वाला मन्ना ब्लेसिंग को खाकर जीत ना जिए, बल्कि आपके जीवन के साथ संबंधित असाधारण अलौकिक आशीषों को अनबोल्ट करके प्राप्त करिएगा। ഹല്ലേലൂയ. हालेलुया। എനിക്കറിയത്തില്ല ആരാ അത് പ്രാപിക്കുന്നത്, എനിക്കറിയത്തില്ല. मुझे पता नहीं कि कौन उसको प्राप्त कर रहा है। അത് മന്ന തിന്നാൻ നീ ഒന്നും പ്രാർത്ഥിക്കണ്ട. आपको मन्ना खाने के लिए प्रार्थना करने की जरूरत नहीं है। നീ വിശുദ്ധനാകണ്ട. आपको पवित्र होने की जरूरत नहीं है। അത് ദൈവത്തിന്റെ നേച്ചറാണ്. वो परमेश्वर का स्वभाव है। ആ നേച്ചർ കാരണത്താൽ അവൻ നിന്റെ കാര്യങ്ങളെല്ലാം നടത്തി തരും. उसके स्वभाव के कारण वो आपके सारे जरूरतों को पूरा करके देगा। എന്നാൽ രണ്ടാമത്തെ കാറ്റഗറിയിൽ ഒരു ബ്ലെസ്സിംഗ് ഉണ്ട്. बल्कि दूसरा प्रकार एक आशीष होता है। ആ ബ്ലെസ്സിംഗിന് ഞാൻ പേര് പ്രോമിസ്ഡ് ബ്ലെസ്സിംഗ്. उस आशीष को मैं एक नाम दूंगा वायदे का आशीष। അത് പ്രാപിക്കാൻ വേണ്ടിയാണ് നീ ഭൂമിയിൽ ജനിച്ചത്. उसको प्राप्त करने के लिए ही है जो अब धरती पर जीवित हुए हैं, पैदा हुए हैं। അതിലേക്ക് നിന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിയാ നീ അഭിഷേകത്താൽ നിറഞ്ഞത്. उसके साथ आपको कनेक्ट करने के लिए आप अभिषेक से भर गए। അത് നിന്റെ മേൽ കൊണ്ടിടാൻ വേണ്ടിയാണ് ഒരു ലോക്കൽ ചർച്ചുമായിട്ട് നിന്നെ കണക്ട് ചെയ്തത്. वो आपके सर के ऊपर लाके डालने के लिए परमेश्वर ने आपको एक स्थानीय कलीसिया के साथ जोड़ दिया। അത് നിന്റെ മേൽ സംഭവിച്ചാൽ, अगर वो आपके जीवन में पूरा होगा, നീ രാവിലെ മന്ന തിന്നത് പോലെ അല്ലത്. आप सुबह में जैसे मन्ना खाए वैसा नहीं है। वो ദേശത്തെ ഇമ്പാക്ട് ചെയ്യും. एक सारे धरती को, एक देश को आप बदल दोगे। ആരോ പ്രാപിക്കുന്നല്ലോ, कोई प्राप्त कर रहा है, ആരോ ഇന്ന് പകൽ പ്രാപിക്കുന്നല്ലോ. कोई प्राप्त कर रहा है। യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കുന്നു, यीशु के नाम से मैं भविष्यवाणी करता हूँ। പകൽ നിന്റെ മേൽ നിത്യതയിൽ ദൈവം ഇട്ട ചില വാഗ്ദത്തങ്ങൾ അൺബോൾട്ട് ചെയ്യപ്പെടട്ടെ. आपके ऊपर अनंत काल के जीवन के अंदर परमेश्वर ने दिया हुआ वायदे जो है वो आपके जीवन में अनबोल्ट हो जाए। അല്പസമയം ആത്മാവിൽ ആരാധിച്ച് യേശുവിന് നന്ദി പറഞ്ഞാട്ടെ. कुछ समय आप आत्मा में आराधना करके यीशु को धन्यवाद बोले। അന്യഭാഷയിൽ ആരാധിച്ച് നന്ദി പറഞ്ഞേ. अन्य भाषा में आराधना करके प्रभु को धन्यवाद बोले। ശന്തന വർദ്ധല വർദ്ധല താലബ രഗദ ജഗന ദഗന ദിബിനി. ഓ, അന്യഭാഷയിൽ ആരാധിക്കാൻ എത്ര പേർക്ക് പറ്റും? എത്ര പേർക്ക് ഇത് പകൽ പറ്റും? अन्य भाषा में आराधना करने के लिए कितनों से हो ഈ सकता है? ആരാധനയിൽ അൺബോൾട്ട് ചെയ്യപ്പെടുകയാണ്. ये आराधना में आपके आशीष अनबोल्ट हो रहे हैं। യേശുവേ എന്ന് വിളിക്കാമോ? यीशु करके पुकारे, യേശുവേ എന്ന് വിളിക്കാമോ? यीशु करके पुकारे। ആമേൻ.
പോലെ അല്ല കേട്ടോ. ये मन्ना जैसे खाते वैसे नहीं है, അതൊരു ദീർഘകാല അടിസ്ഥാനത്തിലെ പ്രോജക്റ്റ് അനീഷ്. वो लंबे समय का एक प्रोजेक्ट होता है. ആമേൻ. आमेन. അഭിലാഷ് രാവിലെ പ്രാർത്ഥിക്കുകയാണ്. अभिलाष सुबह में प्रार्थना कर रहा है. അദ്ദേഹത്തിന്റെ കുഞ്ഞുണ്ട്. उसको एक बच्ची है. കുഞ്ഞിന് പാല് കൊടുക്കാൻ ആമേൻ പൈസ തരണേ. प्रभु बच्ची को दूध पिलाने के लिए पैसा दे. അപ്പം ദാണ്ടെ അപ്പുറത്തെ വീട്ടിലൊരാളെ മിൽമ പാല് വാങ്ങിച്ചു തന്നു. तो वो समय में पड़ोसी ने मिल्मा के एक पैकेट दूध लेकर आ गया. മന്ന ബ്ലെസ്സിംഗ്. मन्ना आशीष. പക്ഷേ बल्कि പ്രോമിസ്ഡ് ബ്ലെസ്സിംഗ്, वायदे का आशीष, അത് 1 മണിക്കൂർ നേരത്തെ പാല് കുടിച്ച ഫീലിംഗ് അല്ല. वो 1 घंटे का दूध पीने वाला अनुभव नहीं है. അതിനെ നീ കേറി പിടിക്കണം. आपको उससे पकड़ लेना है. അതിനെ നീ കേറി പിടിക്കണം. उसको आपको पकड़ना है. ബൈബിൾ പറഞ്ഞിരിക്കുന്നു, बाइबल कहती है അവരെല്ലാം മേഘത്തിന്റെ കീഴിലായിരുന്നു. वे सारे बादल के नीचे थे. അവരെല്ലാവരും ഒരേ മന്ന തിന്നു, उन्होंने एक ही मन्ना खाया, ഒരേ വെള്ളം കുടിച്ചു, एक ही पानी पिया. അവരെ നടത്തിയ ജീവജലത്തിൽ നിന്ന് അവർ കുടിച്ചു. उनको जो अगुवाई किए जीवन के जल से उन्होंने पिया. പക്ഷേ പ്രോമിസ്ഡ് ലാൻഡ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. बल्कि वे वायदे के देश को प्राप्त नहीं किया. എല്ലാവരും ഒരേ പ്രസംഗം കേൾക്കുന്നു, सब लोग एक ही प्रचार को सुन रहे हैं, എല്ലാവരും ഒരേ സഭാഹോളിൽ ആരാധിക്കുന്നു, सब एक ही आराधना के जगह में आराधना कर रहे എല്ലാവരും हैं, ഒരേ കർത്തൃമേശ കഴിക്കുന്നു. सारे लोग एक ही प्रभु भोज खा रहे हैं. പക്ഷേ ചിലർ കേറി അതിനെ അൺബോൾട്ട് ചെയ്യും. कि कुछ लोग हैं जो आगे बढ़कर उसको अनबोल्ट करेंगे. പകൽ സഭായോഗത്തിൽ പരിശുദ്ധാത്മ പറയുന്നു, आज के दिन में आराधना में पवित्र आत्मा यूं कहने को बोल रही है, 2020 തീരുന്നതിന് മുമ്പ് എന്നല്ല, ഈ ആഴ്ചയിൽ അത് നിന്റെ മേൽ സംഭവിക്കാൻ പോകുകയാണ്. 2020 खत्म होने से पहले नहीं, बल्कि ये हफ्ता खत्म होने से पहले तेरे ऊपर होने जा रहा है. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ആരാധിച്ചതിനെ സ്വീകരിച്ചു. विश्वास कर रहे आत्मा में आराधना करके उसको प्राप्त करिए. കാണാനിരിക്കുന്നവർ കണ്ടോണ്ടിരിക്കട്ടെ. जो देखने के लिए बैठे वो देखने दो. പ്രസംഗം കേൾക്കാൻ വന്നവർ പ്രസംഗം കേട്ടിട്ട് പോട്ടെ. जो प्रचार सुनने के लिए आए वो प्रचार सुनकर आए. നീ ഇന്ന് ചിലതിനെ അൺബോൾട്ട് ചെയ്തെടുക്കണം. आज कुछ बातों को आपको अनबोल्ट करके प्राप्त करना है. हालेलुया. അതൊരു ദീർഘകാല അടിസ്ഥാനത്തിലെ പ്രോജക്റ്റ് ആണ്. वो एक लंबे समय के लिए रखा हुआ प्रोजेक्ट है. അതൊരു സൊസൈറ്റി ഇംപാക്ട് ചെയ്യുന്നതാണ്. वो एक संस्कार को बदल देने वाला एक चीज है. ദാവീദേ, दाऊद, നീ കൊന്ന കരടി तूने जो मारा है भालू, മന്ന ബ്ലെസ്സിംഗ്, वो मन्ना आशीष है. പക്ഷെ നിന്റെ മേൽ വീണ അഭിഷേകം, बल्कि तेरे ऊपर गिरा हुआ अभिषेक, അതൊരു ദീർഘകാല അടിസ്ഥാനത്തിലെ പ്രോജക്റ്റ്. वो लंबे समय के लिए रखा हुआ प्रोजेक्ट है. എന്നോട് ദൈവാത്മാവ് പറയുന്നു, पवित्र आत्मा मुझे कहती है, നിന്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട്, आपके घर के साथ संबंधित, നിന്റെ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് आपके बच्चों संबंधित ഒരു ദീർഘകാല അടിസ്ഥാനത്തിലെ പ്രോജക്റ്റ് ദൈവത്തിന്റെ കയ്യിലുണ്ട്. एक लंबे समय के लिए रखा हुआ एक प्रोजेक्ट परमेश्वर के हाथ में है. അതിനെ അനുപ്രാപിക്കണം. उसको आपको प्राप्त करना है. അത് പ്രാപിക്കണം. जैनी आंटी आपको प्राप्त करनी है. ആമേൻ. വൈഷ്ണവി അത് പ്രാപിക്കണം. वैष्णवी आपको प्राप्त करना है. അത് പ്രാപിക്കണം. उसको प्राप्त करना है. അത് പ്രാപിച്ചില്ലെങ്കിൽ अगर वो प्राप्त नहीं करोगे, നിന്നെ പോലെ പോഷൻ, आपके समान मूर्ख, നിന്നെ പോലെ ആമേൻ എന്താ ദൈവം ഇത്രയും ചെയ്തിട്ടും നിനക്കത് പ്രാപിക്കാൻ പറ്റിയില്ലെങ്കിൽ നിന്നെ പോലെ ഒരു ദോഷി വേറെ ഇല്ല. अगर परमेश्वर ने इतना सारा आपके लिए किया फिर भी अगर आप उसको प्राप्त नहीं करोगे तो आपके जैसे दूसरा कोई मूर्ख नहीं है. അതൊരു ദേശത്തെ പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. वो एक देश को अपने मुट्ठी में करने के संबंधित है. കനാൻ നാടിനെ പിടിക്കാൻ कनान देश को प्राप्त करने के വേറെ ലെവലിലുള്ള ആളെ വേണം. दूसरे लेवल के लोग चाहिए. ദൈവം പറയുന്നു, पवित्र आत्मा कहती है, ചില പട്ടണങ്ങളെ പിടിക്കാൻ ദൈവം ചിലതിനെ ഉപയോഗിക്കാൻ कुछ പോവുകയാണ്. देशों को अपने मुट्ठी में करने के लिए प्रभु कुछ लोगों को चाहते हैं. നിങ്ങൾ എത്ര പേർ സ്വീകരിക്കാൻ റെഡിയാണ്? कितने लोग स्वीकार करने के लिए तैयार हैं? ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഇങ്ങനെ കിടക്കുകയാണ്. पुराने नियम में ऐसे पढ़े हैं. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ മാത്രം കിടക്കുന്ന ഒരു വാക്യാണ്. पुराने नियम में पढ़े हुए एक वचन है. ഭാഗ്യവശാൽ അത് പുതിയ നിയമത്തിലില്ല. भाग्यवश के साथ वो नए नियम में नहीं है. നിങ്ങളത് കാണും, അനുഭവിക്കത്തില്ല. आप उसको देखोगे बल्कि प्राप्त नहीं करोगे. ഇത് പഴയ നിയമത്തിലെ വാക്യാണ്. ये पुराने नियम का वचन है. ശമരിയിൽ ഒരിക്കൽ ഉണർവ് നടക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞു. एक भविष्यद्वक्ता ने कहा कि सामरी देश के अंदर एक शाला आएगी. ഏതാണ്ട് ഒരുത്തൻ പറഞ്ഞു നടക്കത്തില്ലെന്ന് പറഞ്ഞു. किसी ने बोला नहीं होगा. ഹല്ലേലൂയ. हालेलुया. പ്രവാചകൻ പറഞ്ഞു भविष्यद्वक्ता ने कहा നടക്കുന്നത് നീ കാണും, होते हुए तू देखेगा പക്ഷെ നീ അനുഭവിക്കത്തില്ല. बल्कि तू उसका अनुभव नहीं करेगा. ഇത് പുതിയ നിയമത്തിൽ നിന്നോട് പറഞ്ഞിട്ടില്ല. बल्कि नए नियम में तेरे तुझसे ऐसा नहीं बोला പുതിയ है. നിയമത്തിൽ നിന്നോട് വേറൊരു വാക്യം പറഞ്ഞു. तेरे साथ नए नियम में दूसरा एक वचन बोला है. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവനാണ്.
आशीष को अनुभव करने के लिए बुलाए गए हो। എത്ര പേര് ഇന്ന് രാവിലെ അങ്ങനെ എന്നെ കേൾക്കുന്നുണ്ട്? कितने लोग आज सुबह में मुझे सुन रहे हैं? അങ്ങനെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ऐसे सुनने वाले कोई है तो मिलकर हालेलुया बोले। ശുശ്രൂഷകന്മാരുടെ മേൽ അഭിഷേകം വീഴുന്ന പകലായിരിക്കും ഇത്. सेवक लोगों के ऊपर अभिषेक गिरने वाला दिन है आज। ചില കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകത്തിന്റെ പുതപ്പ് വീഴുന്ന പകലായിരിക്കും ഇത്. बच्चों के ऊपर अभिषेक का चादर गिरने जा रहा है। റൈസൻ തോമസ് ജനിച്ചതിന്റെ പുറകിൽ ദൈവത്തിന്റെ ഒരു മിഷൻ ഉണ്ട്. रेसन थॉमस का पैदाइश के पीछे परमेश्वर का एक मिशन है। ആമേൻ. അതിലേക്ക് നമ്മൾ എത്തണം. उसमें हमें प्रवेश करना है। പഴയ നിയമത്തിൽ ഒത്തിരി പേര് ഇങ്ങനെ നിൽക്കുമ്പോൾ पुराने नियम में ऐसे बहुत सारे लोग हैं जो खड़े हैं। ചിലർ കേറി അൺബോൾട്ട് ചെയ്തു. कुछ लोग प्रवेश करके अनबोल्ट कर दिए। അതിലൊരു മനുഷ്യനാണ് അബ്രഹാം. उसमें से एक व्यक्ति है अब्राहम। അബ്രഹാമേ, നിനക്ക് ആടും മാടും കിട്ടിയത് മന്ന ബ്ലെസ്സിംഗ്. अब्राहम, आपको जो बकरी मिला, बैल मिला, वो मन्ना आशीष പക്ഷെ है। നിന്നെ ഒരു രാജ്യമാക്കി മാറ്റുന്നത് പ്രോമിസ് ബ്ലെസ്സിംഗ്. बल्कि तुझे एक देश बनाने वाला जो है वो परमेश्वर का वायदे का आशीष है। आमीन। ആരാ ഇത് മനസ്സിലാകുന്നേ? कितने लोगों को ये समझ में आ रहा है? ആർക്കാ ഇത് പിടികിട്ടുന്നേ? किसको समझ में आ रहा है? എന്തുവാ ജയനേണ്ടി നമുക്ക് വേണ്ടേ? जैनी आंटी, हमें क्या चाहिए? ഉഷേച്ചി, നമുക്ക് എന്താ വേണ്ടേ? उषा दीदी, आपको क्या चाहिए? നമുക്ക് ഇന്നത്തെ കഞ്ഞി കുടിക്കുന്ന റേഷൻ അരിയാണോ വേണ്ടേ? आज खाना खाने के लिए राशन का चावल चाहिए? ആമ ഇന്ന് 10 പേരുടെ മുമ്പിൽ മുഖം വെളുപ്പിക്കുന്ന ഫേസ്ബുക്കിലെ പരസ്യമാണോ നമുക്ക് വേണ്ടേ? आज 10 लोगों के सामने अपने आप को दिखावट करने वाला फेसबुक वाला एडवर्टाइजमेंट चाहिए? അതോ ഒരു നേഷനെ ഇംപാക്ട് ചെയ്യുന്ന, നീ മരിച്ചാലും നിന്നെ കുറിച്ച് നിന്റെ രാജ്യം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന या आपको एक सारे देश को परिवर्तित करने वाला, आपके मृत्यु के बाद भी आपके बारे में आपके देश के अंदर बातचीत होने वाला? അങ്ങനെ ഒന്നും നടക്കാൻ പോകുന്നു. ऐसे कुछ आपके जीवन के साथ होने जा रहा है। ചർച്ച, ആർ യു റെഡി? कलीसिया, आप क्या आप तैयार हैं? വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ. मैं जल्दी से आगे बढ़ रहा हूं। അബ്രഹാം അത് പ്രാപിച്ചു. अब्राहम उसको प्राप्त किए। ഇസഹാക്ക് അത് പ്രാപിച്ചു. इसहाक ने उसको प्राप्त किया। യാക്കോബ് അത് പ്രാപിച്ചു. याकूब ने प्राप्त किया। ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ध्यान दीजिए। അബ്രഹാമിൽ നിന്നും ഇസഹാക്ക് എന്ന പ്രോമിസ് ബ്ലെസ്സിംഗിൽ എത്താൻ 25 വർഷം എടുത്തു. अब्राहम से इसहाक करके उस वायदे के आशीष में प्रवेश करने के लिए 25 साल लगा। ഇസഹാക്കിൽ നിന്നും അത് യാക്കോബിലേക്ക് എത്താൻ 24 വർഷം എടുത്തു. इसहाक से याकूब तक जाने के लिए वो 24 साल लगे। ഇസഹാക്കിൽ നിന്നും അത് 12 മക്കളെ ക്രോസ് ചെയ്ത് ജോസഫിലെത്താൻ 13 വർഷം എടുത്തു. इस याकूब से 12 लड़कों को क्रॉस करके वो यूसुफ तक पहुंचने के लिए 13 साल लगा। ആരോടോ ദൈവാത്മ പറയുന്നു? किसी से पवित्र आत्मा कहती है, ഗ്യാപ്പ് കൂടുന്നെങ്കിൽ ഇമ്പാക്ട് ഭയങ്കര പവർഫുൾ ആയിരിക്കും. अगर गैप बढ़ रहा है तो उसका जो काम है, इंपैक्ट है, वो असाधारण है, वो सबसे बड़ा है। हालेलुया। നീയും വാഗ്ദത്തവും തമ്മിലുള്ള ഗ്യാപ്പ് വർദ്ധിക്കുന്നെങ്കിൽ നീ ഉണ്ടാക്കാനിരിക്കുന്ന ഇമ്പാക്ട് അത് ഭയങ്കരായിരിക്കും. अगर तेरे और तेरे वायदे के बीच में गैप बड़ा है तो आप जो देश के अंदर इंपैक्ट देने जा रहे हो वो सबसे बहुत बड़ा होने वाला है। നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇത്? क्या आपको समझ में आ रहा है? എത്ര പേർക്ക് പിടികിട്ടി? कितने लोगों को समझ में आ रहा है? ഇച്ചിരൂടെ നീണ്ടോട്ടെ. थोड़ा और लंबा होने दो। വിഷമിക്കരുത്. तो दुखी नहीं होना, ചിലത് സംഭവിക്കാൻ പോവുകയാണ്. बल्कि कुछ बातें होने जा रही है, ബ്ലാസ്റ്റ് ആകാൻ പോവുകയാണ്. कुछ है फूटने जा रहे हैं। ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഭയങ്കര അഭിഷേകം ഞാൻ സെൻസ് ചെയ്യുന്നുണ്ട്. जब ये वचन मैं बता रहा हूँ, बहुत अभिषेक मैं अनुभव कर रहा हूँ। ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് രാവിലെ എന്റെ കൂടെ ഉണ്ട്? कितने लोग आज सुबह में मेरे साथ हैं? പക്ഷെ ഇവർക്ക് അതിന്റെ പാസ്വേഡ് അറിയാമായിരുന്നു. बल्कि इन लोगों को इसका पासवर्ड पता था। എങ്ങനെ അൺലോക്ക് ചെയ്യാൻ പറ്റും? कैसे अनलॉक कर सकते हैं? അബ്രഹാം 99ാമത്തെ വയസ്സിൽ अब्राहम उनके 99 साल में വിശ്വാസം എന്ന പാസ്വേഡ് അടിച്ചതിനെ അൺലോക്ക് ചെയ്ത് കളഞ്ഞു. विश्वास का नाम से पासवर्ड लगा के उसको अनलॉक कर दिए। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. ഇസഹാക്ക് എങ്ങനെ അൺലോക്ക് ചെയ്യുന്നറിയോ? इसहाक ने कैसे अनलॉक किया? അവൻ ക്ഷാമകാലത്ത് വിതച്ച് ചിരിച്ചോണ്ട് അൺലോക്ക് ചെയ്ത് കളഞ്ഞു. वो अकाल के समय में बीज बोकर हंसते हुए उसको खोल दिया। അവൻ പ്രാർത്ഥിച്ചും കരഞ്ഞും അൺലോക്ക് ചെയ്തവനല്ല. उसने प्रार्थना करके रोते हुए खोला नहीं। എല്ലാരും പറഞ്ഞു വിതയ്ക്കല് കോവിഡ് ആണ്. सबने बोला कि बोना नहीं, कोविड है। പാസ്റ്റർ അമ്മ മീഡിയയുടെ കാര്യം പറഞ്ഞു, 1.5 ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞു. ആരാണ് പറഞ്ഞത് കൊടുക്കരുത്, വിതയ്ക്കരുത്, കോവിഡ് ആണ്? पास्टर ने बोला 1.5 लाख का मीडिया खरीदना है, तो किसी ने बोला देना नहीं, कोविड का सीजन है। എന്റെ പൊന്നച്ചാ തരല്ലേ. मैं आपको बताता हूँ भैया, आप नहीं देना, ചിലര് ചിരിച്ചോണ്ട് വിതയ്ക്കും. बल्कि कुछ लोग हैं हंसते हुए बीज बोते हैं। നീ ചിരിച്ചോണ്ടിടുന്ന വിത്ത് നിന്നെ അൺലോക്ക് ചെയ്യുന്ന ഈ അഭിഷേകമാണ്. आप जो हंसते हुए बीज बोते हैं वो आपके लिए खोलने वाला है। ആമേൻ.
ഇസഹാക്കിൽ നിന്നും യാക്കോബിലേക്ക് എത്താൻ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. इसहाक से याकूब तक पहुंचने के लिए एक दिक्कत था. ഇച്ചിരിയേറെ ഞാൻ നിങ്ങളെ ഏശാവാക്കുക പിണങ്ങല്ല്. कुछ समय के लिए मैं आपको एसाव बना रहा हूं. അതാ ഇസഹാക്ക്. वो इसहाक है. ഇസഹാക്കിൽ നിന്നും യേശാവിന്റെ തലയ്ക്ക് മീതെ പറഞ്ഞത് യാക്കോബിന്റെ മേൽ ലാൻഡ് ചെയ്യണം. इसहाक के ऊपर से एसाव के ऊपर से होते हुए बहकर याकूब के ऊपर आना है. അതിന് 24 വർഷം എടുക്കും. इसके लिए 24 साल लगेंगे. അതിന്റെ ഇടയ്ക്ക് നിനക്ക് ആട്ടിൻകൂട്ടങ്ങൾ കിട്ടി. इसके बीच में आपको बकरों का झुंड मिला. അത് മന്നാ ബ്ലെസ്സിംഗ്. वो मन्ना आशीष है. പക്ഷേ ഞാൻ നിന്റെ പേര് മാറ്റും. मैं तेरा नाम बदल रहा हूं. അത് പ്രോമിസ് ബ്ലെസ്സിംഗ്. वो वायदे का आशीष है. അതിന് നീ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? इसके लिए तुझे क्या करना है? ഒരു ദൂതനുമായിട്ടുള്ള മൽപിടുത്തത്തിലാണ് അത് അൺലോക്ക് ചെയ്യപ്പെടുന്നത്. एक स्वर्ग दूत के साथ में मल्ल युद्ध के अंदर वो खोला जा रहा है. അറിയത്തില്ലല്ലോ, ഭയങ്കര അഭിഷേകം ഒഴുകുന്നല്ലോ. यहाँ पे एक असाधारण अभिषेक बह रहा है. ഇന്ന് പകൽ ചിലത് അൺലോക്ക് ചെയ്യപ്പെടട്ടെ. आज दिन में कुछ बातें खुल रहे हैं. നിന്നെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇന്ന് പകൽ പൊളിയട്ടെ. आपको जो बंद करके रखा है वो टूट रहा है. ഏതു മേഖലയിൽ നിന്നെ പിശാച് ഒതുക്കിയോ जिस जगह में आपको शैतान ने रोका ഇന്ന് പകൽ അൺലോക്ക് ചെയ്യപ്പെടണം. आज दिन में वो खुल रहा है. 24 വർഷമെടുത്തു അവൻ ആ പ്രോമിസിനെ അൺലോക്ക് ചെയ്തെടുക്കാൻ. 24 साल लगा उसको कि वो वायदे को खोल कर ले ले. അത് നിയമപ്രകാരം ഏശാവിന് വരേണ്ടതാണ്. वो नियम के अनुसार एसाव के ऊपर आना പക്ഷേ चाहिए था. പ്രോമിസ് യാക്കോബിനോടാണ്. बल्कि वायदा याकूब के साथ में है. ഉഴപ്പിൽ നിന്നാ തട്ടിപ്പോവും. अगर आप आलसी है तो वो आपके ऊपर नहीं आएगा. മക്കളെ ഉഴപ്പിൽ നിന്ന് മാറിപ്പോവും. अगर आप आलसी है तो आपके ऊपर नहीं आएगा. എനിക്ക് കുറെ ബലാത്കാരികളെ വേണം. मुझे कुछ लोगों की जरूरत है जो बलात्कारी है. പിടിക്കണം മക്കളെ. और क्या उसको आप प्राप्त करोगे? നിങ്ങളുടെ അപ്പന്മാർക്ക് അത് മിസ്സായി പോയി. आपके पिताएं हैं जो उसको खो गए हैं. നീ മിസ്സാക്കരുത്. उसको खोना नहीं. നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളത് പരിശുദ്ധാത്മ വാണിത്തരുത്. नष्ट हो सकता है. पवित्र आत्मा बोल रहे हैं. मन फिराने के लिए पवित्र आत्मा बोल रही है. നഷ്ടപ്പെട്ടു പോകല്ലേ നീ. तू नष्ट नहीं होना. നിന്റെ അമ്മയ്ക്ക് വന്നത് നിനക്ക് വരാതിരിക്കാൻ സൂക്ഷിക്കാൻ പരിശുദ്ധാത്മ ചിലതിനെ ലോക്ക് ചെയ്തു. शैतान ने कुछ लोगों को बंद किया. ഈ സീസണിൽ അൺലോക്ക് ചെയ്യണം. ये सीजन के अंदर खोलना है. അനീഷ അത് ജോസഫിൽ ലാൻഡ് ചെയ്യണമെങ്കിൽ अनीश भाई अगर वो यूसुफ के ऊपर होना है तो നീ 12ാമത്തവനാ. तू 12वां है. തടിമിടുക്കുള്ള ഒത്തിരി പേരുണ്ട്. वो जो मोटे तगड़े बहुत सारे हैं. അവരുടെ യാക്കോബിന്റെ മേൽ ഒരുത്തന്റെ മേൽ പറന്നാ മതിയായിരുന്നു. वो याकूब के ऊपर एक व्यक्ति के ऊपर आना जरूरी था. പക്ഷേ 12 മേൽ പറന്ന് അത് നിന്റെ മേൽ ലാൻഡ് ചെയ്യണമെങ്കിൽ बल्कि 12 लोगों को पार करके तेरे ऊपर आना है तो നീ അൺലോക്ക് ചെയ്യേണ്ടത് ജീവിത വിശുദ്ധി കൊണ്ട് അവനെ അൺലോക്ക് ചെയ്യണം. तू जिंदगी के पवित्रता के साथ में उसको खोलना है. ആത്മാവിൽ ആരാധിച്ച് കയറാവോ? എത്ര പേരുന്ന് രാവിലെ എനിക്കറിയത്തില്ല. ഞാൻ എന്തോ ഭയങ്കര പകർച്ച അനുഭവിക്കുന്നു. आत्मा में आराधना करके आगे बढ़िए. അപ്പന്മാർക്ക് മിസ്സായത് ഈ തലമുറയ്ക്ക് മിസ്സാകത്തില്ല. पिता लोग जो खो गए ये पीढ़ी उसको खोएंगे नहीं. ചൂടാരം ചാരാരകനെ രീകലകറ്റല ജുഡധാരകന ധാരാധാര ദീപലമറ്റല ജുഡവശാരം ധാരക്കറ്റല ഓ നികനാചാര ധാരാധാര ദീപലമംജല ജുഡബലഭവിഷ്യവരം തേരികതേ നികരാജാന തേരകനാചാരാധാര ദേലേശ്വരവരോ. നമ്മുടെ അപ്പന്മാർക്ക് ഇത് മിസ്സായി. पिता जो है वो खो गए हैं. നമുക്ക് മിസ്സാക്കാൻ പറ്റില്ലല്ലോ മോനെ. हम उसको खो नहीं सकते हैं. നമുക്ക് ഇത് മിസ്സായ നമ്മൾ മരിക്കുന്നതാ നല്ലത്. अगर हम उसे खो जाएंगे तो उससे अच्छा हम मर जाएं. ഇന്ന് രാവിലെ ഈ ദൂത് കേൾക്കാൻ നീ ഇവിടെ വേണമായിരുന്നു. आज सुबह में ये संदेश सुनने के लिए आप यहाँ पे चाहिए था. പൊട്ടിക്കണം. उसको तोड़ना है. കൊച്ചു പൂട്ടാലിട്ട് പൂട്ടിയേക്കുന്നേ. एक छोटा सा ताला नहीं है जो उसको लगाकर आपको बंद किया है. നിന്നെ പൂട്ടിയിരിക്കുക. बोल्ट लगाकर आपको बंद किया है. ഭയങ്കര ടൂൾസ് ഉപയോഗിച്ച പിശാച് ലോക്ക് ചെയ്തിരിക്കുന്നേ. बड़े बड़े टूल्स को इस्तेमाल करके शैतान ने आपको बंद किया. അതിന്റെ ഇരട്ടി അഭിഷേകത്തിന്റെ ടൂൾസ് ഉപയോഗിച്ച് നീ അതിനെ പൊട്ടിക്കണം. उससे दुगुना अभिषेक का टूल उपयोग करके आपको उस
അല്പസമയം എന്നോട് ചേർന്ന് അന്യഭാഷ സംസാരിച്ച് कुछ समय मेरे साथ मिलकर अन्य भाषा बोले, കൈകൾ തുറന്ന് ആത്മാവിൽ ആരാധിച്ച് मुंह खोलकर आत्मा में आराधना कीजिए। തേലെ കേലെ തേലെ 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 ശാരാദോ ലേഗെ ലേഗല വറ്റല ചുടദാരകന ദാരക്കട്ടല ജുഡവംശാരം ജാനാരേ തോലബനാരകന ജുഡവലങ്കല ജുഡവശാലബരംദല കട്ടല ജുഡദേനിഗദേ രാരകലേ ദേലേഗേ ഓരാ ബശാര ദാല ജാര ദാല കട്ടല വന്ദല ജുഡാരകന ദാല 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 ഓ ശരന്ദലേഗേ ലേഗേ കേശാമന വന്ദല ജുഡദാരകന ജാനാര ലേഗേ ലേഗല കട്ടല വന്ദല ജുഡദാരകന തലഭം ജലം ദല ജുഡവാരകന ജാര ദാര 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 ജലേ ജലേ അത് അൺബോൾട്ട് ചെയ്യപ്പെടാൻ പോകുക എന്നുള്ളതിന്റെ സൈൻ ഞാൻ പറയാം. वो अनबोल्ट होने जा रहा है करके उसके लिए एक चिन्ह मैं बताता हूँ। മോനെ ശ്രദ്ധിച്ചോ, സൈൻ ഞാൻ പറയാം. ध्यान से सुनिए, एक चिन्ह मैं आपको बताता हूँ। അബ്രഹാമിൽ ഇത് അൺബോൾട്ട് ചെയ്യപ്പെടുന്നതിന് മുമ്പും യാക്കോബിൽ ഇത് അൺബോൾട്ട് ജോസഫിൽ ഇതൊക്കെ അൺബോൾട്ട് ചെയ്യപ്പെടുന്നതിന് തൊട്ട് മുമ്പ് അവർ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്ട്രഗിളിൽ കൂടെ കയറി പോകുമായിരുന്നു. अब्राहम के जीवन में, इसहाक के जीवन में और याकूब के जीवन में वो अनबोल्ट होने से पहले, एकदम पहले जीवन के सबसे बड़ा दिक्कत से, परेशानी से वो गुजर रहे थे। നിന്റെ ലൈഫിൽ ഏറ്റവും വലിയ സ്ട്രഗിളിൽ കൂടെയാണോ നീ കയറി പോകുന്നത്? क्या आप अपने जिंदगी के सबसे बड़ा परेशानी से अब गुजर रहे हैं? ഇതാണ് സൈൻ, ഇതാണ് സൈൻ, यही है आपका चिन्ह, उसी है आपका ഇതാണ് चिन्ह। സൈൻ. यही है उसका चिन्ह। ഇവിടെയാണ് നീ പൊട്ടിച്ച് കയറാൻ പോകുന്നത്. यहाँ पे है जो आप उसको तोड़कर आगे बढ़ने जा रहे हो। ഇതാരാ പ്രാപിക്കുന്നേ? कौन है जो प्राप्त कर रहा है? ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിച്ചേ, यीशु करके पुकारिए, യേശുവേ എന്ന് വിളിച്ചേ. यीशु करके पुकारिए। ഏറ്റവും വലിയ സ്ട്രഗിളിലാണോ നീ കയറി പോകുന്നത്? सबसे बड़ा परेशानी से आप गुजर रहे हैं। ഞാൻ ഈ ദൂതുമായിട്ടിരിക്കുമ്പോൾ ये वचन को लेकर जब मैं बैठा हुआ था प्रभु की उपस्थिति में, എന്നെ ചില സ്വപ്നങ്ങൾ കാണിച്ചു. प्रभु ने कुछ दर्शनों को दिखाया। ഇന്നലെ രാത്രി ഞാൻ കുറെ സ്വപ്നങ്ങളിലായിരുന്നു. कल रात को मैं सपनों में था। ഇത്രയും ക്ലിയർ ആയിട്ട് ഞാൻ സ്വപ്നങ്ങൾ കണ്ട ദിവസങ്ങളില്ല. अभी कभी भी मेरे जीवन में इतना साफ सपने देखे हुए कभी नहीं है। അതിൽ ചില വ്യക്തികളെ ഞാൻ കണ്ടു. मैंने उसके अंदर कुछ व्यक्तियों को देखा। അത് പൊതുവിൽ പറയേണ്ടതല്ലാത്തതുകൊണ്ട് പൊതുവിൽ പറയുന്നില്ല. मैं यहाँ पे अब खुल के नहीं बता रहा हूँ क्योंकि वो उसका जरूरत नहीं है, എന്നാൽ ഞാൻ പേഴ്സണലി നിങ്ങളെ ചിലരെ വിളിക്കും. बल्कि मैं व्यक्तिगत तौर पे आप में से कुछ लोगों को फोन करूंगा। ദൈവം നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മിസ് ചെയ്യരുതെന്ന് പരിശുദ്ധാത്മ പറയുന്നു. पवित्र आत्मा मुझे यूं कहती है कि आपको उसको खोना नहीं है। ചേർന്ന് യേശുവേ എന്ന് വിളിക്കാമോ? मिलकर यीशु करके पुकारिए। ഗ്യാപ്പ് കൂടുന്നെങ്കിൽ ഓർത്തോ, ഇമ്പാക്ട് കൂടുതലായിരിക്കും. अगर आपका गैप बढ़ रहा है तो सच सोच लीजिएगा कि उसका जो इम्पैक्ट है सबसे बड़ा होगा। വേഗത്തിൽ മുമ്പോട്ട് വരട്ടെ. താങ്ക് യു. धन्यवाद, मैं जल्दी आगे बढ़ रहा हूँ। പുതിയ നിയമത്തിൽ नए नियम में ഇതിലേക്കുള്ള മേജർ ബ്രേക്ക് ത്രൂ നടന്നു കഴിഞ്ഞു. इसके लिए जो खास ब्रेक थ्रू है वो हो चुका है। അത് കാൽവറി ക്രൂശിലാണ്. वो क्रूस पर है। ഹല്ലേലൂയ. ക്രൂശിൽ നടന്നു കഴിഞ്ഞു. क्रूस पे वो हो चुका है। എങ്ങനെ നടന്നെന്നറിയോ? वो कैसे हुआ? നിന്റെ വാഗ്ദത്തങ്ങളെ മൂടി വെച്ചിരുന്ന ഇരുമ്പ് ചങ്ങല അവൻ പൊട്ടിച്ചു. आपके वायदे को बंद करके रखा हुआ लोहे का जंजीर यीशु ने तोड़ दिया। ഇന്ന് ആത്മമണ്ഡലത്തിൽ നിന്റെ പ്രോമിസുകൾ ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. आपके आत्ममंडल के अंदर आपके वायदे जो है बिखरे हैं। ചിതറിക്കിടക്കെന്ന് പറഞ്ഞ് നിനക്ക് ചുമ്മാ നിന്ന് എടുക്കാൻ ഒക്കത്തില്ല. आप वो बिखरा है करके सोचकर आप यूं ही जाकर उसको नहीं ले सकते। രോഗശാന്തി നീ പ്രാപിച്ചോ? आप ചंगाई को प्राप्त करो, ബ്ലെസ്സിംഗ് ആണല്ലോ. वो मन्ना आशीष है। ഒരു 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 പുതിയ മൊബൈൽ വാങ്ങിച്ചോ? एक नया मोबाइल फोन खरीद लो, അത് മന്നാ ബ്ലെസ്സിംഗ് वो ആണല്ലോ. भी मन्ना ब्लेसिंग है। അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഇമ്പാക്ട് ഇല്ലല്ലോ. बल्कि उससे हमें कोई फायदा नहीं है। പക്ഷേ നിന്നെ ലോകരാജ്യങ്ങളെ ഇമ്പാക്ട് ചെയ്യിപ്പിക്കുന്ന നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രോമിസ് ബ്ലെസ്സിംഗ്, बल्कि आपके बारे में जो परमेश्वर के प्रतिज्ञा का आशीष जो है, दुनियाओं को, देशों को आमीन छूने को, बदल देने का आशीष। ഹല്ലേലൂയ. हालेलुया। അത് അൺലോക്ക് ചെയ്തിട്ടേക്കാ. उसको खोल के डाला है। ഇപ്പൊ അൺലോക്ക് ചെയ്തത് वो अभी जो खोला है പിശാചല്ല, शैतान ने नहीं, അത് ദൈവരാജ്യത്തിലാണ്. वो परमेश्वर के राज्य के अंदर है। അതിനെ അൺലോക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു തരട്ടെ. उसको कैसे खोलना है क्या मैं आपको बता दूं? റെഡി ആണോ? क्या आप लोग तैयार हैं? ഉഷജി, യേശു ഒരിക്കൽ പറഞ്ഞു എതിരെയുള്ള ഗ്രാമത്തിൽ പോയി കഴുതി അഴിക്കണമെന്ന് പറഞ്ഞു. उषा दीदी, यीशु ने एक बार बोला कि आपके विरोध में जो आपके उस पार में जो नगर है वहां पे जाके गधे को खोलो। കഴുതി അഴിക്കാൻ പാസ്വേഡ് ഉണ്ടോ? उस गधे को खोलने के लिए पासवर्ड है? പാസ്വേഡ് ഉണ്ട്.
पासवर्ड है കാര്യം അതിനെ കെട്ടിയിട്ടിരിക്കുന്നത് കയർ കൊണ്ടല്ല. क्योंकि उसको जो बांध के रखा है वो रस्सी से नहीं है. കയർ കൊണ്ടാണെങ്കിൽ സൺഡ്രമോളെ എങ്ങനെ ഈസി ആയിട്ട് അഴിച്ചുകൊണ്ട് വരാം. वो रस्सी से था तो उसको आसानी से खोल के ला सकते थे. പക്ഷെ ഇതിനെ കെട്ടിയിട്ടിരിക്കുന്നത് बल्कि इसको जो बांध के रखा है ന്യായപ്രമാണം കൊണ്ടാണ്. न्याय से है. കഴുതയെ വീണ്ടെടുക്കാൻ ആളില്ലെങ്കിൽ उस गधे को खोलने के लिए कोई नहीं है तो അതിന്റെ കഴുത്തൊടിച്ചു കൊല്ലണം. उसके गले को तोड़ देना है. ഇതിന്റെ കഴുത്തിൽ കിടക്കുന്ന കയർ ന്യായപ്രമാണത്തിന്റെ റോപ്പാണ്. इसके गले में जो बड़ा रस्सी है वो पुराने नियम का रस्सी है. ഹല്ലേലൂയ. हालेलुया. ഇതിനെ അഴിക്കണമെങ്കിൽ ഒരു പാസ്വേഡ് വേണം. बल्कि इसको खोलना है तो एक पासवर्ड की जरूरत ആ है. പാസ്വേഡ് ഞാൻ പറയാം. वो पासवर्ड मैं बोलता हूँ. ആരെങ്കിലും ചോദിച്ചാൽ अगर कोई पूछे तो കർത്താവിന് പ്രഭു को- ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന പാസ്വേഡ് പറഞ്ഞാൽ മതി. प्रभु को इससे जरूरत है करके ऐसा पासवर्ड बोलना ही काफी है. ഓ ഏതോ ഭയങ്കര പകർച്ച നടക്കുന്നല്ലോ. वो एक भयंकर अभिषेक व्यापार कर रहा है. ഒരു വീട്ടിൽ നീ ചെന്ന് കയറുമ്പോൾ एक घर में तू जब जाएगा ആ വീട്ടുകാർ ചോദിക്കും वो घर वाले पूछेंगे എന്തിനാടാ വന്നേ. क्यों आया. വേറെ ഒന്നും പറയാൻ പോരുത്. कुछ नहीं बोलना. ഇൻ ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് വന്നേന്ന് പറയല്ലേ. इन क्राइस्ट कलीसिया से आया करके ना बोले. ഞാൻ പത്രോസ് അഴിക്കാൻ പറയരുത്. मैं पत्रस हूं करके बोलना नहीं. നിന്റെ പേര് പറഞ്ഞാൽ അഴിക്കത്തില്ല. आपके नाम बोलने से नहीं खुलेगा. ഞാൻ ഡോക്ടറേറ്റ് ഉള്ള പാസ്റ്റർ പറയരുത്. मैं डॉक्टरेट वाला पासवान हूं ना बोले. പാസ്വേഡ് അടിച്ചുകൂടെ. आप वो पासवर्ड दे दे. കർത്താവിന് प्रभु को ഇതിനെ കൊണ്ട് इससे ആവശ്യമുണ്ട്. जरूरत है. ഓ ആരാ വിളിക്കുന്ന യേശുവേ. कौन पुकार रहा है. यीशु. നീ ചില പട്ടണങ്ങളെ അഴിക്കാൻ പോവുക. ये बोलकर कुछ लोग नगरों को देशों को നീ खोलने ചില जा रहे പട്ടണങ്ങളെ അഴിക്കാൻ പോവുകയാണ്. आप कुछ देशों को खोलने जा रहे हो. ചിലർ കൊല്ലത്തെ അഴിക്കാൻ പോകുന്നു. कुछ लोग कोल्लम देश को खोलने जा रहे हैं. ആരെങ്കിലും കൊല്ലത്ത് നീ ചെല്ലുമ്പോൾ അനീഷ ചോദിച്ചാൽ अगर कोई आते हैं कोल्लम से अगर कोई पूछेंगे ധൈര്യമായിട്ട് പറഞ്ഞോണം കർത്താവിന് ആവശ്യമുണ്ട്. हिम्मत के साथ बोलना प्रभु को जरूरत है. അത്രയും പറഞ്ഞ കാര്യം നടക്കും. उतना बोलने से काम हो जाएगा. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ. हमारा दिक्कत क्या है. നമ്മൾ ചെന്നിട്ട് ഈ പാസ്വേഡ് പറയത്തില്ല. हम ये जाकर ये पासवर्ड नहीं बोलते. ഞാൻ ഡോക്ടർ റൈസൻ തോമസ്. मैं डॉक्टर रईसन थॉमस. ഞാൻ ഇന്റർനാഷണൽ വർഷിപ്പ് ലീഡർ അജോ ഡിക്സൺ. मैं इंटरनेशनल आराधना अगुआ अजो डिक्सन. പോയി പണി നോക്കണമെന്ന് പറയും. वो बोलेगा अपना काम देख. പാസ്വേഡ് അടി. पासवर्ड दे. കർത്താവിന് प्रभु को ഇതിനെ കൊണ്ട് इससे ആവശ്യമുണ്ട്. जरूरत है. ഒറ്റ പാസ്വേഡ് അടിച്ചാൽ മതി എല്ലാം ഇളകി പോകും. एक पासवर्ड दे देना पूरा खुल जाएगा. ചേർന്ന് വിളിക്കാമോ യേശുവേ. मिलकर पुकारे यीशु. ചേർന്ന് വിളിക്കാമോ യേശുവേ. मिलकर पुकारे यीशु. ദൈവം പറഞ്ഞു ചില കെട്ടപ്പെട്ട സ്ഥലങ്ങളെ നീ അടിക്കാൻ പോവാ. प्रभु बोल रहे हैं कि बांधे गए कुछ चीजों को तू खोलने जा रहा है. വേഗത്തിൽ നിന്നിട്ട് കാര്യം പറയാം. തീരത്തിൽ അടുത്ത ആഴ്ച നമ്മൾ ഇങ്ങനെ പോവാ ഈ സാധനത്തിൽ കൂടെ. जल्दी से मैं आगे बढ़ना चाहता हूं. ये खत्म नहीं होगा आज. अगले हफ्ते में भी आगे बढ़ेंगे. നിങ്ങളുടെ പാസ്വേഡ് പറഞ്ഞു തരട്ടെ. आपका पासवर्ड बता दूं. അനുഗ്രഹം മുഴുവൻ തുറന്നു വരുന്ന പാസ്വേഡ്. आशीष पूरा खुलकर आने के लिए पासवर्ड. പാസ്വേഡ് ആണ് वो पासवर्ड है ഇൻ ക്രൈസ്റ്റ്. मसीह में. രാജേഷ് ഇവിടെ നിൽക്കുന്നു. राजेश कहाँ है. അനുഗ്രഹം ഇവിടെ നിൽക്കുന്നു. आशीष यहाँ पे है. അനുഗ്രഹത്തെ രാജേഷുമായി കണക്ട് ചെയ്യുന്നത് आशीष को राजेश के साथ जो जोड़ता है. യു ആർ ബ്ലെസ്ഡ് ഇൻ ക്രൈസ്റ്റ്. आप मसीह में आशीषित हो. ഓ हालेलुया. ജസ്റ്റിഫിക്കേഷൻ ഇവിടെ നിൽക്കുന്നു. धर्मी ठहराना यहाँ पे है. പാപി ഇവിടെ നിൽക്കുന്നു. पापी यहाँ पे खड़ा है. പാപി ജസ്റ്റിഫൈഡ് ആകുന്നത് पापी जो धर्मी ठहरता है. I am justified in Christ. मैं धर्मी ठहरा हूं मसीह में. ചർച്ചിന്റെ പേരല്ല. वो कलीसिया का नाम नहीं है. ആൾക്കാരുടെ പേര് ഇത് ചർച്ചിന്റെ പേരാണെന്ന്. लोगों ने सोचा कि कलीसिया का नाम है. ജൈനിയാൻറ്റി ഇത് ചർച്ചിന്റെ പേരല്ല. जैनी आंटी ये कलीसिया का नाम नहीं है. മക്കളെ ഇതൊരു വെളിപ്പാടാ. बच्चों ये प्रकाशन है. ഓ ഗ്രീക്കിൽ എൻ ക്രിസ്റ്റോ. यूनानी भाषा में एन क्रिस्टोस. ഇംഗ്ലീഷിൽ अंग्रेजी में ഇൻ ഹിം. उसमें. ഇൻ ക്രൈസ്റ്റ്. मसीह में. മലയാളത്തിൽ मलयालम में ക്രിസ്തുവിൽ. क्रिस्तुविल. मसीह में. തമിഴിൽ तमिल में കർത്തർക്കുൾ. कर्तकुल. ഹിന്ദിയിൽ हिंदी में മസീഹ് മേം. मसीह में. അറബിക്കിൽ अरबिक में. അതിന്റെ വാട്സാപ്പിന്റെ ഡി പി നോക്കിയാൽ മതി. പറയാൻ അറിയത്തില്ല. वो मेरा व्हाट्सएप का डीपी देख लेना. बोलना नहीं आता. എല്ലാരും ചോദിച്ചു എന്തോ അയച്ചാ ഇട്ടേക്കുന്നേ. कई लोगों ने पूछा कि भैया आपने क्या डीपी डाला है.
प्रभु ने बोला അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇൻ ക്രൈസ്റ്റ് ആകാൻ പോകുന്നെന്ന്. वैसा एक समाज मसीह में होने जा रहे हैं, അതുകൊണ്ട് പ്രൊഫറ്റിക്കലി ഇട്ടതാ. इसीलिए भविष्यवाणी के साथ दिया, അതുകൊണ്ട് പ്രൊഫറ്റിക്കലി ഇട്ടതാണ്. इसीलिए भविष्यवाणी की आत्मा में मैंने डीपी लगाया. हालेलुया. ചേർന്ന് വിളിക്കാമോ? क्या मिलकर पुकार सकते हैं? ഈ പാസ്വേഡിന് ഒരു പ്രശ്നമുണ്ട്. ये पासवर्ड का एक दिक्कत है. ഇൻക്രൈസ്റ്റിന്റെ ബാഡ്ജ് ഇട്ടാ കിട്ടത്തില്ല. ये इन क्राइस्ट का बैज लगाने से आपको नहीं मिलेगा. ഇൻക്രൈസ്റ്റിന്റെ ടീഷർട്ട് ഇട്ട് ഓടി വാടാ ബിജു, ഓടി വാടാ. इन क्राइस्ट का टी शर्ट पहनने से नहीं मिलेगा. ഇൻക്രൈസ്റ്റിന്റെ ടീഷർട്ട് ഇട്ടോണ്ട് നിൽക്കുക ഈ പുള്ളി. इन क्राइस्ट का टी शर्ट पहन के खड़ा है यहाँ पे. ടീഷർട്ട് ഇട്ടാ കിട്ടത്തില്ല. टी शर्ट पहनने से नहीं मिलेगा. ഈ സാധനം നിന്റെ അകത്ത് പ്രിന്റ് ചെയ്യണം. ये जो मसीह में करके जो लिखा है वो आपके अंदर लिखना है. हालेलुया. आमेन. അങ്ങനെ മിഷൻ വല്ല ഉണ്ടോടാ? ഇതകത്ത് പ്രിന്റ് ചെയ്യുന്ന സാധനം. ऐसे अंदर प्रिंट करने का कोई मशीन है? ഞാൻ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുക. मैं प्रिंट कर रहा हूं. വജ്രസൂചി കൊണ്ട് ഹൃദയത്തിന്റെ മാംസ ഫലകയിൽ हृदय के मांस के उसके अंदर लिख रहे हैं. ഒരു തലമുറ എഴുന്നേൽക്കും. एक पीढ़ी खड़ी हो जाएगी. ഒരു തലമുറ പൊങ്ങും. एक पीढ़ी खड़ी हो जाएगी. ഇൻ ക്രൈസ്റ്റ് എന്ന വെളിപ്പാടിൽ നിൽക്കുന്ന, मसीह में करके प्रकाशन में जीने ഇൻ वाले, ക്രൈസ്റ്റ് എന്ന ടീഷർട്ട് ഇട്ടവരെ അല്ല. इन क्राइस्ट करके टी शर्ट पहनने वाले नहीं, കാറിൽ ഇൻ ക്രൈസ്റ്റിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചവനെ അല്ല. गाड़ी में कार में इन क्राइस्ट का स्टिकर चिपकाने वाला नहीं, അകത്ത് ക്രിസ്തു എന്ന വെളിപ്പാടിൽ നിൽക്കുന്നവൻ. अगर अंदर मसीह में करके प्रकाशन में जो जी रहा है. ഹല്ലേലൂയ. हालेलुया. താങ്ക് യു. അങ്ങനെയുള്ളവർക്കാണ് ഇന്ന് രാവിലെ ഈ ദൂതിന്റെ അടുത്ത തലങ്ങളിലേക്ക് പോകാൻ പറ്റുന്നത്. ऐसे लोग इस संदेश के अगले छोर में जा सकते हैं. ഇൻ ക്രൈസ്റ്റ് ആണോ? क्या आप मसीह में है? ആണോ? ഇൻ ക്രൈസ്റ്റ് ആണോ? मसीह में है? ചർച്ചിലാണോന്നല്ല. कलीसिया में है या नहीं करके नहीं पूछा. मसीह में है? ഇൻ ക്രൈസ്റ്റ് ആണോ? मसीह में है? ചർച്ചിലാണോന്നല്ല. कलीसिया में है या नहीं ആ पूछा. വെളിപ്പാടിനകത്താണോ? क्या वो प्रकाशन में है? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു കാര്യം ചെയ്യണം. ऐसा है तो आपको एक काम करना है, അൺലോക്ക് ചെയ്യാൻ. उसको खोलने के लिए നീ ധൈര്യത്തോടെ आप हिम्मत के साथ ആ ഓൾഡ് ടെസ്റ്റമെന്റിലെ സയൻസിന് ക്രോസ് ചെയ്യാൻ വയ്യാത്ത കൃപാസനം ക്രോസ് ചെയ്ത് അകത്ത് കയറണം. वो पुराने नियम के पवित्र लोग जो क्रॉस नहीं कर पाए उस सीमा को पार करके आप आ जाए. ധൈര്യത്തോടെ കയറണം. हिम्मत के साथ आपको आगे बढ़ना है. എത്ര പേര് ഇന്ന് രാവിലെ കയറി വരാൻ റെഡിയാണ്? कितने लोग आज सुबह में आगे आने के लिए तैयार നീ हैं? കയറി വരാൻ തുടങ്ങിയ अगर आप आगे आने के लिए तैयार हो जाओगे तो നിന്നെ കാണും അനുഭവിക്കത്തില്ലെന്നല്ല, आपके बारे में यूं नहीं बताएंगे कि आप देखोगे अनुभव नहीं നീ करोगे. കയറി എടുക്കാൻ आप തുടങ്ങുകയാണ്. जाके उसको उठाना शुरू करोगे. ആരെങ്കിലും നീ കയറി ചെല്ലുമ്പോൾ ഓടിവാ ഓടിവാ. जब आप अंदर जाओगे तब ആമേൻ. മീഖായേൽ അങ്ങനെ കൈ കാണിച്ച് अगर मिखाइल आपको हाथ लगा के എന്താ രാജേഷ് ഇവിടെ വന്നേന്ന് ചോദിച്ചാൽ राजेश भैया आप क्यों यहाँ पे आए करके पासवर्ड पूछेंगे तो अड़िएगा। पासवर्ड देना. I am in Christ. मैं मसीह में हूँ. I have the right to enter. मैं मसीह में हूँ. मैं धर्मी हूँ. I am in Christ. मैं मसीह में हूँ. യേശു യോഗ്യേ. ഓ യേശു യോഗ്യേ. യോഗ്യരേശുവേ, Come on somebody. നീ നല്ലവൻ, നീ Enter your നല്ലവൻ. password. आपका पासवर्ड दे दीजिए. ഓ യോഗ്യരേശുവേ, യോഗ്യരേശുവേ, നീ നല്ലവൻ, Jesus. നീ നല്ലവൻ. ഓ യോഗ്യരേശുവേ, എന്തോ ഒരു പകർച്ച നടക്കുന്നല്ലോ. യേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. ബെന്നി കയറി വരുമ്പോൾ जब बन्नी आगे बढ़कर आएगा, ആരെങ്കിലും കൈ കാണിച്ച് अगर कोई हाथ, അബ്രഹാം കേറാത്ത കൃപാസനത്തിൽ നീ എന്താടാ കേറുന്നേ? अब्राहम जो आया नहीं आया, वो अनुग्रह के सिंहासन पे तू क्यों आता है? ഒത്തിരി ന്യായങ്ങളൊന്നും പറയരുത്. ज्यादा कोई न्याय नहीं बोलना. എൻ്റർ ചെയ്യുക പാസ്വേഡ്. आपका पासवर्ड दे दो. I am in Christ. मैं मसीह में हूँ.
I have the full right to enter. मुझे अंदर आने के लिए पूरा ഇന്ന് രാവിലെ योग्यता है। ദൈവാത്മ പറയുന്നു, आज सुबह में पवित्र आत्मा बोलती है, കേരളത്തിന്റെ ആത്മമണ്ഡലങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ കേറാതെ കിടക്കുന്ന ആ ബൗണ്ടറിയെ ക്രോസ് ചെയ്ത് നിന്റെ പ്രോമിസുകളെ അൺബോൾട്ട് ചെയ്തെടുക്കാൻ केरल के आत्ममंडल के अंदर हजारों लोग सीमा ना पार किए, उस आपके वायदे की सीमा को खोलकर आगे बढ़ने के लिए ഓ യോഗ്യൻ നീ, ഓ യോഗ്യൻ നീ. എനിക്കറിയത്തില്ല എന്തൊക്കെയോ എന്റെ വായിൽ ദൈവം തരുന്നു. യോഗ്യൻ നീ, വായികൾ തുറന്ന് പറഞ്ഞ് യോഗ്യൻ നീ. खोलकर बोले यीशु तू योग्य है। ഇത് അടിച്ചാലുണ്ടല്ലോ, ഈ പാസ്വേഡ് അടിച്ചാലുണ്ടല്ലോ, ये पासवर्ड देने से क्या होगा? ഒരെണ്ണം നിന്നെ തടയത്തില്ല, कोई भी आपको नहीं रोकेगा, ഒരു മീഖായേലും തടയത്തില്ല, कोई भी मिखाइल आपको ഒരു नहीं रोकेगा, ഗബ്രിയേലും തടയത്തില്ല, कोई भी गब्रिएल आपको ഒരു नहीं रोकेगा, പാതാള ഗോപുരവും തടയത്തില്ല. कोई भी शैतान का गढ़ नहीं നിന്റെ रोकेगा। മൊബൈലിന്റെ പാസ്വേഡ് അടിക്കുന്ന പോലെ जैसे आपका मोबाइल फोन का पासवर्ड खोलते हैं, സ്പിരിറ്റ് റലത്തിന്റെ ആക്സസിന്റെ പാസ്വേഡ് അടിക്കുക. मंडल के अंदर प्रवेश करने का पासवर्ड दे दो। I am in मैं Christ. मसीह में हूँ। പ്രാപിച്ച് യേശു തൊടുന്നു, प्राप्त करिए यीशु छू रहा है, യേശു തൊടുന്നു, यीशु छू रहा है, അവിടെ നിന്ന് യേശു തൊടുന്നു. यीशु छू रहा है। യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീയോ. ആ കരങ്ങളെ ഉയർത്തി പറയാമോ, യോഗ്യൻ നീ. हाथ उठाकर बोले तू योग्य। യേശുവേ സർവസ്തുതികൾക്കും യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. ബെന്നി, ധൈര്യത്തോടെ കയറി നിൽക്കണം മോനെ, पूरे हिम्मत के साथ खड़े हो जाना, ധൈര്യത്തോടെ കയറി നിൽക്കണം. हिम्मत के साथ खड़े हो जाना। ജനിയന്റെ ഈ സൗജന്യം വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ഈ ധൈര്യം കാണത്തില്ല. जब मुफ्त में प्राप्त करने के लिए जाते तब हमें हिम्मत नहीं होता है, പക്ഷേ അവകാശം പ്രാപിക്കാൻ നിൽക്കുമ്പോൾ വേറൊരു റല. बल्कि जब वारिस को प्राप्त करने के लिए जाएंगे तो दूसरा एक छोर होता है। ഉദാഹരണം പറയാം, उदाहरण बताता हूँ। നമ്മൾ ജൂൺ മാസം 10-20 ടിവി ആൾക്കാർ കൊടുത്തു. हम जून के महीने में कुछ 15-20 टीवी किसी को खरीद के दिया। ഒരാളെങ്കിലും അധികാരം കാണിച്ചോ? किसी ने भी उसका अधिकार दिखाया? ബെന്നി പറഞ്ഞു അവിടെ ഇരിക്കണം, बन्नी ने बोला वहां बैठो, പേര് വിളിക്കുമ്പോൾ കയറി വരണം. नाम पुकारते तब आ जाना। ടിവി വാങ്ങിച്ചിട്ട് ആരെങ്കിലും ചോദിച്ചോ എത്ര വർഷത്തെ വാറണ്ടി ഉണ്ടെന്ന്? तो टीवी खरीद के उन लोगों से में से किसी ने पूछा कि कितने साल का वारंटी है? എത്ര ഇഞ്ച് ടിവിയാന്ന് ചോദിച്ചോ? किसी ने पूछा ये कितने इंच का ഏത് टीवी है? കമ്പനിയാന്ന് ചോദിച്ചോ? कौन सा कंपनी है पूछा? സൗജന്യം വാങ്ങിക്കാൻ നിൽക്കുകയല്ലേ. मुफ्त लेने के लिए खड़े हैं। പക്ഷെ നീ നിന്റെ വീട്ടിൽ ഒരു ടിവി വാങ്ങിച്ചല്ലോ, बल्कि अगर आप अपने घर में टीवी खरीदोगे അത് तो പൈസ കൊടുത്തു കഴിഞ്ഞപ്പോഴേ वो पैसा देने के बाद നീ ആ സെയിൽസ്മാനെ വരട്ടെന്ന് ഞാൻ കാണിച്ചല്ലോ. मैंने देखा कि वो आप बेचने वाले सेल्समैन को गुस्सा किया था। എത്ര വർഷം വാറണ്ടി ഉണ്ട്? कितना साल का ഇത് वारंटी है? എപ്പോ ഇൻസ്റ്റാൾ ചെയ്യും? कब इंस्टॉल करोगे? ദൈവ കുഞ്ഞാടേ ഓ രമേശന് കാര്യം പിടികിട്ടി. रमेश भैया को समझ में आया है। രമേശൻ കത്തി. रमेश भैया आग लगे हैं। ഓ, എത്ര നാളിത് കാണും? कितने साल में ये दिखाई दिखाई देगा? അവിടെ കെഞ്ചലും കേടലും ഒന്നും അല്ല, वहां पे पूछना नहीं है, കേറി അങ്ങ് ചെല്ലുക. वो सीधा अंदर प्रवेश कर रहे हैं। ഇന്ന് രാവിലെ ദൈവാത്മാവ് വിളിക്കുന്ന ഒരു തലമുറയെ आज सुबह में एक पीढ़ी को पवित्र आत्मा पुकार रही है। ഹല്ലേലൂയ. हालेलुया। ഇവിടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര പ്രശ്നമാണ്. उनका ये जो सोच है वो एक बड़ा दिक्कत है। ആറ്റിറ്റ്യൂഡ് വലിയ വിഷയമാണ്. अपना सोच जो है वो बड़ा दिक्कत परेशानी है। ചില പാട്ടുകൾ കേട്ടിട്ടില്ലേ, ഞാൻ പരദേശിയാ, ഞാൻ അന്യനാ. कुछ गीत सुने हैं, मैं परदेशी हूं। എന്ന് മകനാന്ന് നീ പാടും, कब आप गाओगे कि मैं प्रभु का बेटा हूं? എന്ന് നീ മോളാന്ന് പാടും. कब आप गाओगे कि मैं बेटी हूं? ഞാൻ പാട്ടിനെതിരല്ല, मैं गीतों के विरोध नहीं कर रहा हूं। കണ്ണുനീരത് മാറുമോ? मेरे आंसू कब बंद होगा? നീ എന്ത് സന്തോഷത്തിന്റെ പാട്ട് പാടും? आप कब खुशी के गीत गाओगे? I'm a child of God. मैं प्रभु का बच्चा हूं। No longer I'm a slave. मैं आगे कभी भी I am a child of God. मैं प्रभु का बच्चा हूं। I am a child
of God. I'm no longer slave to ഇതൊക്കെ fear. പാടുമ്പോ തന്നെ അകത്തൊരു സാധനം കയറി വരുന്നില്ലേ? ये गीत गाते समय में अंदर कुछ हो रहा है। ഇന്ന് പാടിയ ഓൾ നൈറ്റ് നമ്മൾ ഇരിക്കും ഇവിടെ, തീരത്തില്ല ഈ പ്രസംഗം. अगर आप इसको गाते रहोगे तो आज पूरा रात यहाँ पे बैठना पड़ेगा। പരദേശിയും ഈ പരദേശിയും ദോഷിയും ഒക്കെ പഴയ നിയമത്തിലാണ്. परदेसी और जो दोष करने वाला ये सब पुराने नियम है। ഹല്ലേലൂയ. हालेलुया। ധൈര്യത്തോടെ കയറണം. हिम्मत के साथ आगे बढ़ना। അടുത്തിടെ തട്ടിട്ട് പറ, ധൈര്യത്തോടെ കയറണം എന്ന് പറ. पास में बैठे हुए किसी को छूकर बोले हिम्मत से आगे बढ़ना। ശ്രദ്ധിച്ചേ, ध्यान से सुनिए, ഈ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത परमेश्वर के राज्य का खासियत ഓരോ ദിവസവും हर एक दिन ഫ്രഷ് ആണ് അനുഗ്രഹങ്ങൾ. नया नया आशीष है। രാവിലെ തോറും അവന്റെ ദയ പുതിയത്. सुबह सुबह उसका दया नया होता है। രാവിലെ തോറും അവന്റെ വിശ്വസ്തത പുതിയത്. हर सुबह उसका विश्वास योग्यता नया होता ഏത് है। വാക്യത്തിൽ എഴുതിയിരിക്കുന്നറിയോ? ये कौन से वचन में लिखा है? വെളിപ്പാട് പുസ്തകത്തിലല്ല, प्रकाशित वाक्य में नहीं। എന്റെ ജേനി ആന്റി വിലാപത്തില. जैनियन टी विला രാവിലെ തോറും ദയ വലുത്, പക്ഷേ കരഞ്ഞോണ്ടിരിക്കുക. വിലാപോ? विलाप गीत के पुस्तक के अंदर लिखा है कि हर रोज परमेश्वर का दया नया है और रोते रोते लोग बैठे हुए हैं। ഈ പുള്ളിക്ക് സാധനം അറിയാം, ये भाई को ये वचन पता है, പക്ഷെ പാസ്വേഡ് അറിയത്തില്ല. അത് बल्कि പിടിക്കണ്ട. पासवर्ड पता नहीं कैसे पाना है। ഈ ഫ്രഷ് ആയി വെളിപ്പെടുന്ന അതിനെ പിടിക്കേണ്ട പാസ്വേഡ് അറിയത്തില്ല. ये फ्रेश आशीष को प्राप्त करने वाला पासवर्ड उनको पता नहीं। ദൂത് പറയുന്നുണ്ട്, वो संदेश तो बता रहे പക്ഷെ हैं, പ്രാപിക്കാൻ പറ്റുന്നില്ല. प्राप्त नहीं कर पा रहे हैं। ഇത് പറയുന്നവനും വിലാപത്തിലാണ്. ये जो बोलने वाला है वो भी विलाप कर रहा है। സത്യത്തിൽ ഇത് പറയുന്നവന്റെ പുസ്തകത്തിന്റെ പേര് വിലാപമെന്നല്ലല്ലോ, സന്തോഷത്തിന്റെ പുസ്തകമെന്നല്ലേ? सच में जो ये बोलने वाले व्यक्ति के पुस्तक का नाम विलाप नहीं है, खुशी का पुस्तक करके है। പ്രസംഗം അറിയാം, प्रचार पता है, അനുഭവിക്കാനുള്ള പാസ്വേഡ് അറിയത്തില്ല. अनुभव करने का पासवर्ड नहीं आता। രോഗശാന്തിയെ കുറിച്ച് 1000 പ്രസംഗം പ്രസംഗിക്കും, चंगाई के बारे में 1000 प्रचार करेंगे, പക്ഷെ നടുവേദന മാറ്റാനുള്ള പാസ്വേഡ് അറിയത്തില്ല. बल्कि कमर दर्द को चंगा करने वाला पासवर्ड पता नहीं। അനുഗ്രഹിക്കപ്പെടും 1000 പ്രസംഗം പ്രസംഗിക്കും, आशीषित हो जाएगा, आशीषित होगा करके 1000 प्रचार പക്ഷെ करेंगे, സഹകരണ ബാങ്കിൽ ഇരിക്കുന്ന പ്രമാണം തിരിച്ചെടുക്കാനുള്ള പാസ്വേഡ് बल्कि അറിയത്തില്ല. बैंक में लोन के लिए गिरवी रखा हुआ आपके कागजात को लेने के लिए पासवर्ड नहीं पता। രാവിലെ തോറും പുതിയത്. नया नया होता है हर रोज सुबह में। അപ്പൊ ഇന്നലെ വെളിപ്പെട്ട അസൈൻമെന്റ് അല്ല ഇന്ന് വെളിപ്പെട്ടത്. कल जो प्रकट हुआ था वो असाइनमेंट नहीं है जो आज प्रकट होता है। ഇന്നത്തെ അസൈൻമെന്റ് അല്ല നാളെ വെളിപ്പെടുന്നത്. आज का नहीं है जो कल प्रकट होता है। Savior. നിനക്ക് 3-ാം വയസ്സിൽ കിട്ടേണ്ട കളിപ്പാട്ട് ഇപ്പം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? आपको जो तीसरे साल की उम्र में मिलना तो चाहिए था वो अभी मिलने से क्या कुछ फायदा है? ഇസ്രയ്ക്ക് 3-ാം വയസ്സിൽ അവരുടെ പപ്പ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തു. लिस्ट्रा को उसके तीसरे साल की उम्र में उसके पापा ने एक गिफ्ट दिया ഒരു था, ബാർബി ഡോള്, एक बारबी डॉल। പിന്നെ അതിന് ഷൂ ഉണ്ട്, उसको शू है, അതിന് കുട്ടിപ്പാവാടയുണ്ട്, उसका कपड़े हैं, അതിന്റെ ചീപ്പ് ഉണ്ട്. उसका कंगी है। ഇപ്പൊ അവർക്ക് അത് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? अभी वो उसको देने से कोई फायदा है? നിങ്ങളെന്താ മിണ്ടാത്തെ? क्या आप लोग चुप क्यों हैं? ഇന്നലത്തെ അസൈൻമെന്റ് ഇന്ന് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? कल का असाइनमेंट आज मिलने से कुछ फायदा है? ആരെങ്കിലും ഒക്കെ പറ, कुछ कोई बोले വല്ല കാര്യമുണ്ടോ മോളെ? कुछ फायदा है? ഇന്ന് കിട്ടണം. आज मिलना है, ഇന്നത്തെ അസൈൻമെന്റ് ഇന്ന് കിട്ടണം. आज का असाइनमेंट आज मिलना है। പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത് पवित्र आत्मा मुझे बोलते हैं അങ്ങനെ ദൈവം നിന്റെ ലൈഫിനെ സെറ്റ് ചെയ്യാൻ പോവാ. ऐसे परमेश्वर आपके जीवन को सेट करने जा रहे हैं। ആരോ പറയുന്നു നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങൾ മടക്കി തരണേ എന്ന്. कोई बोल रहे हैं कि प्रभु जो नष्ट हुए साल है मुझे वापस दे दे। പക്ഷെ നീ ധൈര്യത്തോടെ കേറി നിൽക്കുന്നവനാണെങ്കിൽ बल्कि अगर आप ऐसे व्यक्ति हैं जो हिम्मत के साथ खड़े होते हैं, സ്റ്റേറ്റ്മെന്റ് വേറെയായിരിക്കും. आपके बोलने के शब्द दूसरे होते हैं। നഷ്ടപ്പെട്ടു പോയ നാഴികകൾ മടക്കി തരണേ. नष्ट हुए जो घंटे हैं, मिनट है, वो वापस कर दे। സെക്കൻഡുകൾ മടക്കി തരണേ. सेकंड वापस कर दे। Hope of ഭയങ്കര പകർച്ച നടക്കും. nation.
बहुत बड़ा अभिषेक व्यापार कर रहा है। പ്രീതേ ദൈവം നിന്നെ തൊടുന്നു. प्रीता प्रभु आपको छू रहा है। ഒരു അഭിഷേകം നിന്നെ മേൽ एक വ്യാപരിക്കുന്നു. अभिषेक आपके ऊपर मंडरा रहा है। ശ്രീ ദൈവം നിന്നെ തൊടുന്നു. जय श्री प्रभु आपको छू रहा है। ആമേൻ. എത്ര പേര് രാവിലെ എന്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും? कितने लोग आज सुबह में मेरे साथ प्रार्थना करेंगे? നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങളല്ല എനിക്ക് വേണ്ടത്. नष्ट हुए साल नहीं है जो मुझे वापस चाहिए। ഇന്നലെ എന്റെ ഒരു മിനിറ്റ് നഷ്ടപ്പെട്ടു പോയി. अगर कल मेरे जीवन में एक मिनट नष्ट हो ആ गया, മിനിറ്റ് എനിക്ക് നഷ്ടപ്പെടുത്താനില്ല. वो मिनट मुझे नष्ट करने के लिए नहीं है, Because I am a child of God. क्योंकि मैं परमेश्वर का बच्चा हूँ। I am a child of God. मैं परमेश्वर का बच्चा हूँ। ജോയലെ പ്രാർത്ഥിക്കടാ, പ്രാപിക്കടാ. जॉयल प्राप्त कर। എനിക്കറിയത്തില്ല, എന്തോ ഒരു ഭയങ്കര പകർച്ച. मुझे पता नहीं के साथ एक भयंकर अभिषेक मंडरा रहा है। ഞാൻ ദൂത് പറയാം. ഇവിടെ നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. मैं संदेश बताता हूँ। ഞാനതൊരു പകർച്ചയുണ്ട്, അതുകൊണ്ട് പിടിച്ചു നിർത്തി. यहाँ पे एक अभिषेक मंडरा रहा है, इसलिए अब खड़ा किया है। പുത്രന്റെ മുമ്പിൽ बेटे के सामने കൃപാസനത്തിന്റെ ഡോറിൽ अनुग्रह के सिंहासन के दरवाजे पे നോ അഡ്മിഷൻ ബോർഡ് വെച്ചിട്ടില്ല. नो एडमिशन, प्रवेश नहीं करके बोर्ड नहीं लिखा है। എന്റെ ക്യാബിനിൽ പ്രവർത്തിക്കണമെങ്കിൽ मेरे- പ്രവേശനമില്ല എന്നൊരു വാക്ക് കിടപ്പുണ്ട്. मेरे कैबिन में अगर अंदर आना है ऑफिस में, तो वहां पे अंदर प्रवेश नहीं करके ആ लिखा है। കാരണത്താൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അകത്ത് വരുന്നത്. उसी कारण से आप मांग कर अंदर आते हैं। നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്ന കൃപാസനത്തിന്റെ ഫ്രണ്ടിൽ നോ അഡ്മിഷൻ ബോർഡ് ഇല്ല. आपके लिए खुला हुआ अनुग्रह के सिंहासन के दरवाजे पर प्रवेश नहीं करके बोर्ड नहीं रखा है। 24/7 അവിടെ ബോർഡ് തുറന്ന് വെൽക്കം വെൽക്കം വെൽക്കം. 24 घंटा 7 दिन हफ्ते में वहां पे बताया गया है कि आओ, आ जाओ, स्वागत है। നമ്മുടെ പ്രശ്നം എന്ന് അറിയോ? हमारा दिक्कत क्या है? നമ്മൾ ഈ വെൽക്കം ബോർഡിന്റെ ഫ്രണ്ടിൽ കന്നിട്ട് हम ये वेलकम बोर्ड के सामने आकर 21 ഫാസ്റ്റിംഗ് എടുക്കും. 21 दिन का उपवास लेते हैं। എന്തിനാ? क्यों? വാതിൽ തുറക്കാൻ. दरवाजा खोलने के लिए। പിണങ്ങിയല്ലോ ആരാണ്ട്. कोई है जो मेरे साथ परेशान हो गए? വഴി തുറക്കണേ, रास्ता खोल दे प्रभु, വാതിൽ തുറക്കണേ. दरवाजा खोल दे प्रभु। ഞാൻ ഫാസ്റ്റിംഗിനെതിരല്ല, मैं उपवास का विरोध नहीं कर रहा പക്ഷെ हूँ, എന്റെ ഫാസ്റ്റിംഗ് വാതിൽ തുറക്കാനുള്ള ഫാസ്റ്റിംഗ് അല്ല. बल्कि मेरा उपवास दरवाजा खोलने के लिए नहीं है। തുറന്ന വാതിലിനകത്ത് खुले दरवाजे के अंदर അവന്റെ സ്വരൂപത്തോട് കുറെ കൂടെ സരൂപപ്പെടാൻ, उसके स्वरूप के साथ एक बनने के लिए, थोड़ा और एक बनने के लिए, അപ്പന്റെ തലയോളം വളരാൻ मेरे पापा के सर तक बढ़ने के लिए യേശുവേ എന്ന് വിളിക്കാവോ? यीशु करके पुकारिए, യേശുവേ എന്ന് വിളിക്കാവോ? यीशु पुकारिए। ഉദാഹരണം उदाहरण बताता हूँ, ശ്രദ്ധിച്ചു കേട്ടോ. ध्यान से सुनिए। കണ്ണു തുറക്കുന്ന സമയമാണ്. आंखें खुलने का समय है। എങ്ങനെയാണ് ഈ രാവിലെ തോറുമുള്ള ദയ എടുക്കുന്നത്? कैसे सुबह सुबह का दया प्राप्त कर सकते हैं? രാവിലെ മമ്മി വീട്ടിൽ ചായ ഇട്ട് വെച്ചേക്കാണ്. सुबह में मम्मी ने चाय बना के रखा है। ചായ വിട്ട് വെച്ചിട്ട് എന്നോട് പറയാം, "എടാ മോനെ ചായ റെഡിയായി." बेटा चाय तैयार है। അപ്പൊ ചായ അടുക്കള റെഡി ആയിട്ടിരിക്കുന്ന ചായ കുടിക്കാൻ ഞാൻ 21 ഫാസ്റ്റിംഗ് ചെയ്യട്ടെന്ന് മമ്മിയോട് പറഞ്ഞാൽ മമ്മിയുടെ നിലപാട് എന്തായിരിക്കും? रसोई में तैयार चाय पीने के लिए जब मम्मी पुकारती है, तो आप बोलेंगे चाय पीने के लिए मुझे 21 दिन का उपवास करने दो करके अगर आप बोलते हैं, मम्मी क्या बोलेगी? ഇഷ്ടപ്പെടാത്ത മതത്തിന്റെ ആളുകളുണ്ടെങ്കിൽ ദയവായി ലെഫ്റ്റ് ചെയ്ത് പോവുക. अगर आपको अच्छा नहीं लगा, धर्म के लोग हैं, तो आप दया करके जूम से निकल जाओ। മതവും ന്യായപ്രമാണവും ബന്ധിച്ചിട്ടിരിക്കുന്ന ചിലതിനെ അഴിക്കണം. കർത്താവിന് धर्म और നിന്നെ न्याय, കൊണ്ട് ആവശ്യം ഉണ്ട്. धर्म और न्याय से, नियम से बांध के रखे हुए कुछ लोगों को परमेश्वर खोलना चाहते हैं। प्रभु को आपसे जरूरत है। രാജേഷ് പാസ്റ്ററെ ചായ ഇട്ട് വെച്ചേക്കുവാ. राजेश पास्टर जी चाय बना के रखा है। ചായ കുടിക്കാൻ നേരത്ത് പറയാ, രമ്യ എടുത്ത് പറയാം, ഞാൻ 21 ഇരുന്നിട്ട് കുടിക്കാം. मैं चाय पीने के लिए बुला रही है आपकी पत्नी, तो आप बोल रहे हैं कि मैं 21 दिन उपवास करके मैं पीऊंगा। 21 കഴിഞ്ഞാലും ചായ കിട്ടും. 21 दिन के बाद में भी आपको चाय मिलेगा, ഇന്ന് നിനക്ക് വേണ്ടി ഇട്ട ചായ നീ മിസ്സാക്കും. बल्कि आज आपके लिए बनाया हुआ चाय आप खो जाओगे। പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് അറിയോ? मैं क्या करता हूँ? കർത്താവിനോട് പറഞ്ഞതാണ്,
प्रभु ने मुझे बोला എങ്ങനെ ഈ അസൈൻമെന്റ് എടുക്കാൻ പറ്റും? ये असाइनमेंट कैसे ले सकते हो? രാവിലെ എഴുന്നേറ്റിട്ട് सुबह में उठकर പുത്രൻ എന്ന അധികാരത്തിൽ അടുക്കളയിൽ കയറി ചോദിക്കും, ചായ ഇട്ടില്ലേ? बच्चा होने के अधिकार के साथ में रसोई में जाकर मैं पूछता हूँ क्या आपने चाय नहीं बनाया? ചൂട് കുറഞ്ഞു പോയല്ലോ, चाय का गरम कम हो गया, ചൂടാക്കിത്താ, थोड़ा गरम कर दो, പഞ്ചസാര ഇട്ടുതാ. थोड़ा और चीनी डाल दो. അധികാരത്തോടെ അതിനെ ആസ്വദിക്കും. अधिकार के साथ उसको मैं चखूंगा. അതുപോലെ എന്നും രാവിലെ इसी प्रकार सुबह सुबह रोज ധൈര്യത്തോടെ അകത്തോട്ട് കയറി, हिम्मत के साथ अंदर जाके അപ്പ ഇന്നത്തെ എന്റെ അസൈൻമെന്റ് എന്താ? मेरे पापा आज का मेरा काम क्या है? ഇന്ന് ഞാൻ എവിടെയാ പോകണ്ടേ? आज मैं कहाँ जाऊं? ഇന്നെന്റെ ടൈം ഷെഡ്യൂൾ എന്താ? आज मेरा टाइम शेड्यूल क्या है? ഇന്നെന്റെ ജീവിതത്തെ എങ്ങനെയാ ഫംഗ്ഷൻ ചെയ്യണ്ടേ? आज मेरे जीवन में मुझे कैसे काम करनी है? കേറി അസൈൻമെന്റ് എടുത്ത് ഫുൾഫിൽ ചെയ്യുക. अंदर जाके प्रभु से असाइनमेंट पाकर उसको पूरा करें. കേറാമോ 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 കേറാമോ? क्या आप अंदर जा सकते हो? മോളെ കേറാമോ സ്നേഹേ? क्या आप अंदर जा सकते हो? ഹമേ കേറാ. എത്ര പേർ കേറും? कितने लोग अंदर प्रवेश कर सकते हो? ധൈര്യമായിട്ട് കേറുക, ധൈര്യത്തോടെ കേറുക, हिम्मत के साथ आगे बढ़िए. ധൈര്യമായിട്ട് കേറുക. हिम्मत के साथ आगे बढ़े. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞേ. मिलकर बोले हालेलुया. ധൈര്യത്തോടെ കേറുക. हिम्मत के साथ अंदर बढ़े. നമ്മുടെ പ്രശ്നം എന്താണോ? हमारा परेशानी क्या है? ഇത് ജോയൽ പടവത്തെ. जोएल पड़वत. എനിക്ക് യൗമാരൊക്കെ ഉള്ളത് ഭയങ്കര സന്തോഷമാണ്. मैं बहुत खुश हूँ ऐसे लोग हैं. പിന്നെ എന്താ മക്കളെ നമുക്ക് ഇന്ന് കേറി പോകാൻ പറ്റാത്ത? तो हम अंदर क्यों नहीं जा पा रहे? നമ്മൾ ഇന്നലെ ഇച്ചിരി കുരുത്തക്കേട് കാണിച്ചു. हमने कल थोड़ा सा गलती किया था. ഇന്നലെ കുരുത്തക്കേട് കാണിച്ചുകൊണ്ട് कल गलती किया था, ഇന്ന് കേറി ചെല്ലാനൊരു മടി. इसीलिए आज हम जा नहीं पा रहे. ഹല്ലേലൂയ. ഇന്ന് കേറി ചെല്ലാനൊരു മടി. आज प्रभु के पास जाने के लिए थोड़ा सा परेशान हो रहे हैं. നിങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. आप लोग चुप हैं. കാര്യം നമ്മൾ കണ്ട അപ്പന്മാരെല്ലാം ഇന്നലത്തെ കാര്യം മനസ്സിൽ വെച്ച് പെരുമാറുന്ന അപ്പന്മാരെ. क्योंकि हमने जो बापों को देखा है, पिताओं को देखा है, वो सारे कल की बात को याद करके हमारे साथ बर्ताव करने वाले हैं. മാനസാന്തരപ്പെട്ടാൽ, बल्कि अगर आप मन फिराओगे, ഏറ്റു പറഞ്ഞാൽ, अगर आप वापस बोल दोगे, ഉപേക്ഷിച്ചാൽ, अगर आप छोड़ दोगे, നീ അവിടെ ചെന്ന് നിൽക്കുമ്പോ आप वापस जब उसके पास जाओगे, എന്താടാ ഇന്നലെ കുരുത്തക്കേട് കാണിച്ചത് ചോദിക്കത്തില്ല. वो आपसे सवाल नहीं करेगा कि कहूं तूने कल गलती क्यों किया. ഇന്നും നീ ധൈര്യമായിട്ട് കേറുക. आज भी आप हिम्मत के साथ आगे बढ़ोगे. ഏത് സമയത്തും തുറക്കപ്പെട്ട കൃപാസനം. हर समय में आपके लिए खुला हुआ परमेश्वर का अनुग्रह का सिंहासन. കേറാവോ കേറാവോ? क्या आप अंदर जा सकते हो? കേറി എടുക്കാവോ? क्या जाकर उठा सकते हो? പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, पवित्र आत्मा ने मुझे बोला നിന്റെ വീട്ടിൽ तेरे घर में എന്നും ദൈവരാജ്യത്തിന്റെ തപാലുകളുമായിട്ട് ദൂതന്മാർ വരും. रोज परमेश्वर के राज्य के चिट्ठियों को लेकर स्वर्गदूत आएंगे. ചിലർ ഒരു വർഷത്തെ ദൂത് പിടിക്കും. कुछ लोग एक साल के संदेश को स्वीकार करेंगे. ആമേൻ. ചിലർ ഒരു മാസത്തെ ദൂത് പിടിക്കും. कुछ लोग एक महीने के संदेश को प्राप्त करेंगे. പുത്രൻ ഭൂമിയിൽ നിന്നപ്പോൾ बल्कि पुत्र जैसे पृथ्वी पर थे, അവൻ വർഷത്തെ പിടിച്ചവനല്ല, वो साल को पकड़ने वाला नहीं था. മാസത്തെ പിടിച്ചു നിന്നവനല്ല, वो एक महीने के संदेश को प्राप्त करने वाला नहीं ദിവസത്തെ था. പിടിച്ചു നിന്നവനല്ല, वो हर एक दिन को प्राप्त करने वाला नहीं था. മണിക്കൂറിനെ പിടിച്ചു നിന്നവനല്ല, वो घंटों को पकड़ने वाला नहीं था. മിനിറ്റിനെ പിടിച്ചു നിന്നവനല്ല. वो मिनट को पकड़ने वाला नहीं था. സ്ത്രീയെ, എന്റെ നാഴിക വന്നിട്ടില്ല. ഹേ സ്ത്രീ, I'm waiting for the moment, the ഹേ സ്ത്രീ, exact moment. हे स्त्री, मेरा समय नहीं आया है. हर एक समय में अपना समय आने के लिए वो इंतजार करता है. Are you ready, Abhilash? Yes. 9:10:20 10:30 അസൈൻമെന്റ് നീ പിടിക്കണം. 10:45 പിടിക്കണം. 10:45 കഴിഞ്ഞുള്ള 1 മിനിറ്റിന്റെ നീ പിടിക്കണം. ഞാൻ പറയാം, ഒരെണ്ണം മിസ്സാകത്തില്ല. आप बोले कि एक भी नहीं खोऊंगा, हर एक असाइनमेंट को मैं पकड़ूंगा. നമുക്കിത് വേണ്ടല്ലോ. हमें ये नहीं चाहिए. നമുക്ക് മന്നാ മതി. हमें केवल मन्ना की जरूरत है. പ്രാർത്ഥിക്കാൻ സമയമില്ല, प्रार्थना करने का समय नहीं, ധ്യാനിക്കാൻ സമയമില്ല, वचन पढ़ने का समय नहीं, എല്ലാത്തിനും സമയമുണ്ട്. बाकी सारे चीजों के लिए समय है. ആത്മീക വിഷയത്തിന് മാത്രം സമയമില്ല. आत्मिक बातों के लिए समय नहीं. പിന്നെ നമുക്കൊരു ആൾട്ടോ കാർ കിട്ടി. പിന്നെ ഞങ്ങളുടെ ആർക്കാ പേര് ഞാൻ മറന്നുപോയി. ഷിനോയ്ക്ക് ഒരു മൊബൈൽ കിട്ടി, ജേനിയാൻറ്റിക്ക് മൊബൈൽ കിട്ടി. तो हमें एक मोबाइल मिल गया. മന്നാ ബ്ലെസ്സിംഗ്, ഞങ്ങളെ അനുഗ്രഹിച്ചു. प्रभु ने हमें आशीष किया. पास्टर जी, നീ ഇത് പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ട
രക്ഷപ്പെടാനല്ല ഈ തൊണ്ട തുറന്ന് പ്രസംഗിക്കുന്നത്. ये प्राप्त करके आशीष पाने के लिए नहीं है जो मुंह खोलकर मैं प्रचार कर रहा हूँ. നീ പറയണം ഞാനൊരു പുതിയ മൊബൈൽ കമ്പനി തുടങ്ങിയത്. आपको ये बोलना है कि मैंने एक मोबाइल कंपनी शुरू कर दी है. ഹല്ലേലൂയ. हालेलुया. ചേർന്ന് വിളിച്ച യേശുവേ. मिलकर पुकारे यीशु. പ്രാർത്ഥിക്കാം. ബാക്കി അടുത്ത ആഴ്ച. प्रार्थना करेंगे, बाकी अगले हफ्ते में प्रचार करेंगे. No longer. ഞാനൊരു സ്ലേവ് അല്ല, അടിമയല്ല. എത്ര പേർ പറയും? कितने लोग बोलेंगे कि मैं एक दास नहीं हूँ. ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. प्रार्थना करना चाहता हूँ. ഒന്ന് എഴുന്നേൽക്കാവോ? क्या आप खड़े हो सकते हैं? ആർക്കെങ്കിലും ധൈര്യമില്ലെങ്കിൽ अगर आपको किसी में, आप में से किसी को हिम्मत नहीं है तो ധൈര്യത്തോടെ ഇന്ന് പകൽ കയറണം. हिम्मत के साथ आपको आगे बढ़ना है. Because you are not a slave. क्योंकि हम दास नहीं है. You are a child of God. मैं परमेश्वर का बच्चा हूँ. You are a child of God. मैं परमेश्वर का बेटा हूँ. Tanderebe. I'm no longer a slave to fear. ആ കരങ്ങളെ ഉയർത്തി I'm a child അൺബോൾട്ട് of ചെയ്യപ്പെടട്ടെ. God. खुल जाए, अनबोल्ट करें. I'm no longer a slave to fear. നിനക്ക് ഈ റലം മനസ്സിലായാൽ अगर आपको ये स्तर पता चला तो രാവിലെ നിന്റെ ബെഡ് കോഫി കുടിക്കുന്നത് പോലെ കിങ്ഡത്തിന്റെ അസൈൻമെന്റുകളെ ഡീൽ ചെയ്യും. आप जैसे सुबह सुबह अपना चाय पीते हैं, वैसे आप परमेश्वर के राज्य के असाइनमेंट को काम करोगे. Because he is your bridegroom. क्योंकि वो तुम्हारा दुल्हा है. He is your best friend. क्योंकि वो आपका सबसे अच्छा दोस्त है. हालेलुया. From my enemy. കരങ്ങൾ ഉയർത്തിയേ.